വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നോട്ട് സ്റ്റുഡൻസ്, അത് ശീലം കൊണ്ട് പറയുന്നതാണ്. ഇതില് എല്ലാവരും ഉണ്ട്. സ്റ്റുഡൻസ് ഉണ്ട്, പാരൻസ് ഉണ്ട്, മറ്റ് പല പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ ഉദ്ദേശം? PSC അത് എല്ലാവർക്കും അറിയുന്നതല്ലേ. ഓണം, ക്രിസ്മസ്, പെരുന്നാള്. പക്ഷെ യഥാർത്ഥ ആഘോഷം ജോലി കിട്ടുമ്പോഴുള്ള ആഘോഷമാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് കാര്യമായി മെനക്കെടേണ്ടതുണ്ട്, അധ്വാനിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒരു LDCയുടെ ടെസ്റ്റിന് 22 ലക്ഷം ആൾ അപ്ലൈ ചെയ്തിട്ട് ഒരു 7000 പേർക്ക്. വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ PSCയുടെ ചെയർമാൻ ഒരു സെമിനാറിന് കോഴിക്കോട് JDT ഹാളിൽ വെച്ചിട്ടാണ്, ഞാനത് മറക്കില്ല. അതിന്റെ ക്ലാസ്സിനൊക്കെ വേണ്ടിയാണ് ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അതിന്റെ ഉദ്ഘാടകനാണ് പ്രോഗ്രാമിന്റെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് ഉണ്ട്, സർക്കാസ്റ്റിക് ആയിട്ട്: കേരളത്തിലെ ഏറ്റവും നിരാശര സൃഷ്ടിക്കുന്ന പ്രസ്ഥാനം അതാണ് എൻ്റെ പ്രസ്ഥാനം. അന്നത്തെ സ്ഥിതിക്ക് അദ്ദേഹം പറഞ്ഞ 46 ലക്ഷം ആൾ അപ്ലൈ ചെയ്യും, 40,000 പേര് ജോലിയിൽ കയറും, ബാക്കി ഉള്ളവർ ഔട്ടാവും. നോർമൽ. പക്ഷെ അത് നമുക്കൊരു വിഷയമേ അല്ല. കാരണം നമുക്കൊരു സീറ്റ് മതി. നമുക്ക് 40,000 സീറ്റൊന്നും വേണ്ടല്ലോ, നമുക്കൊരു സീറ്റ് മതിയല്ലോ. അപ്പൊ ആ നിലയ്ക്ക് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതിന് ഇന്റലിജന്റ് ആയിട്ടുള്ള വർക്കാണ് വേണ്ടത്. അല്ലാതെ എല്ലാവരും പഠിക്കുന്ന പോലെ നോട്ടിഫിക്കേഷൻ വന്നു, പിറ്റേന്ന് അടുത്ത് പഠിച്ചു തുടങ്ങി, SLC എക്സാമിന് പഠിക്കുന്നത് പോലെ അല്ല. അപ്പൊ അതിന് വിജയികളുടെ തന്ത്രങ്ങൾ, വിജയിച്ചവരുടെ തന്ത്രങ്ങൾ, കാരണം എത്രയോ വിജയിക്കുന്ന ആളുകളെ കണ്ടിട്ട് അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ടോ, ബുക്കൊക്കെ വായിക്കണം, ബുക്ക് ജീവിതത്തിന്റെ ഭാഗമാണല്ലോ. ബുക്ക് വായിക്കണം, മറ്റു പലതും കേൾക്കുകയും കാണുകയും വേണം. പക്ഷെ ഒരു അക്കാദമിക് സാധനങ്ങളല്ല, അനുഭവസ്ഥരുടെ. ഞാൻ എഴുതിയിട്ടുണ്ട് ധാരാളം PSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എഴുതിയിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പരിചയമില്ലാത്തവർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ PSC ആയതുകൊണ്ട്, ഞാൻ 22 വയസ്സ് കഴിയുമ്പോൾ മാവൂരിലെ ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായിട്ട് PSC അങ്ങനെ ചേർന്ന ആളാണ്. ആദ്യം ചേർന്നത് PSC അല്ല, എംപ്ലോയ്മെന്റ് ആണ്, പിന്നീടാണ് PSC. അത് കഴിഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് ടെസ്റ്റ് എഴുതിയിട്ട് ആകാശവാണിയിൽ പോയി, പിന്നീട് കോടതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവസാനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് റിട്ടയർ ചെയ്ത്. അതിനിടയ്ക്ക് പത്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയുടെ ഒരു ടാക്ടിക്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത പല ആളുകളും, അതിലും നേരത്തെ ജോലി ചെയ്ത് കയറിയ ആളുകളുണ്ട്. ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള അനേകം പേര്. കാരണം 28, 30, 32 വയസ്സാവുമ്പോൾ ആ ലെവലിൽ നിരാശയോടുകൂടി സംശയങ്ങൾ ചോദിക്കാൻ വരുന്ന ആളുകളെ സിജിയിലെത്തിയോടുകൂടി ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്, കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അനുഭവം, കിട്ടാത്തവരുടെയും കിട്ടിയവരുടെയും ഒക്കെ അനുഭവങ്ങൾ റിയൽ പിക്ചറാണ് തരുന്നത്. കാരണം ചെറുപ്പത്തിൽ കിടന്നുറങ്ങും, മുയൽ ഉറങ്ങും, ആമ കയറി പോയിട്ട് പിന്നീട് കാര്യമൊന്നുമില്ല. അങ്ങനെ നിലവിളിക്കുന്നവരെ ധാരാളം കാണുന്നു. വളരെ കൂളാണ്. ചെറുപ്രായത്തിലൊന്നും പറയുന്നൊന്നും മനസ്സിലാവുകയില്ല ചില ആളുകൾ 8ാം ക്ലാസ്സിന് തുടങ്ങും. അപ്പൊ നമുക്ക് ഒരു ചോദ്യം ആൻസർ ഇടണം. കാരണം ഇത് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ അക്കാലത്തെ രീതി വെച്ചിട്ട് ട്യൂഷൻ സെന്ററുകൾ, ട്യൂട്ടോറിയലുകൾ, വൈറൽ കോളേജിലൊക്കെ പഠിപ്പിക്കാൻ പോകും. അങ്ങനെ പഠിപ്പിക്കുന്ന കാലത്ത് അന്നൊന്നും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ലോകം മൊത്തം ഇങ്ങനെ ചെതറിക്കിടക്കുകയല്ല. ഇംഗ്ലീഷ് അറിയുന്നവരുടെ എണ്ണം കുറവ്, അതിന്റെ സോഴ്സ് മെറ്റീരിയൽ കുറവൊക്കെ കുറവ്. സ്കൂളിലും പഠിപ്പിക്കുന്ന ഒരു ബേസ് ഒന്നുമില്ല. അപ്പൊ ട്യൂട്ടോറിയലിൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ
അത് എവിടുന്നോ കോഴിക്കോട് നഗരത്തുനിന്ന് ഒരു ബുക്ക്, അന്ന് 3 രൂപ വില, ഗ്രാമറിന്റെ ബുക്ക് സിമ്പിളായിട്ട് അവതരിപ്പിക്കുന്ന ടെൻസ് 12, അതിൻ്റെ യൂസേജ് ഒക്കെ കൃത്യമായിട്ട് പറയുന്ന വളരെ ലളിതമായിട്ടുള്ള ഒരു ബുക്ക്, ഇംഗ്ലീഷിലും അതിൻ്റെ പ്രയോഗം മലയാളത്തിലൊക്കെ ആയിട്ട്. അത് കൊള്ളാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് സ്റ്റാഫ് റൂമിൽ മറ്റാളുകളുടെ അടുത്ത് ഷെയർ ചെയ്തപ്പോൾ ഒരുത്തൻ, വേറൊരാളെ, ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ആള്, ഓ ഇതിലിപ്പോ എന്താണുള്ളത്, ഇതൊക്കെ മറ്റുള്ള ബുക്കിലൊക്കെ ഉള്ളതല്ലേ, എന്തോ ഒരു ബുക്കിലും കാണാത്ത, ലോകത്തില്ലാത്ത എന്തോ ഒരു സാധനം കൊണ്ടുവരണം എന്ന് പ്രതീക്ഷിക്കുന്നതോടുള്ള കുഴപ്പമാണ്. ലോകത്തെവിടെ ഇല്ലാത്ത ഒരു സാധനമോട് പറയാൻ പോകുന്നില്ല, പക്ഷേ ലോകത്തുള്ള സാധനങ്ങൾ നമ്മൾ അറിയേണ്ടതിൻ്റെ യഥാർത്ഥ മെത്തേഡ്. അപ്പോൾ ഒറ്റ ചോദ്യം, നിങ്ങൾ ആൻസർ ഇടുന്നതിനനുസരിച്ചാണ്. ഹൂ ഈസ് ദ, ശ്രദ്ധയും കേൾവിയും രണ്ടും രണ്ടാണ്, PSC ആണ്. ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA? ഒന്നും ഇങ്ങോട്ട് ഇടുക. ഇതിനൊക്കെ ആകെ കിട്ടുക 10 സെക്കൻഡ് ആയിരിക്കും. കാരണം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അനലൈസ് ചെയ്ത് 4 ഫാക്ട് അനലൈസ് ചെയ്തിട്ട് അതിൽ യഥാർത്ഥം എന്താണെന്നൊക്കെ ചിന്തിച്ചിട്ട് വരാൻ നോക്കുമ്പോൾ ഇതിന് 10 സെക്കൻഡ്സ് പോലും ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ വന്നു കഴിഞ്ഞാൽ ഒന്ന് നസ്ല മാഡം ഒന്ന് വായിച്ചു തരണം. നസ്ല മാഡം നമ്മുടെ കോർഡിനേറ്ററാണ് പ്രോഗ്രാമിൻ്റെ. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഇട്ടിട്ട് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ആവാനുള്ളത് മനസ്സിലാക്കി പോകുന്ന ഒരുപാട് ശാസ്ത്രീയമായ കാര്യങ്ങളാണ് പറയാനുള്ളത്, വളരെ ലളിതമായിട്ട്. ഓക്കെ, ആരെങ്കിലും മറുപടി ഇട്ടോ? ഇന്റർനെറ്റ് ഒന്നും നോക്കിയിടണ്ട, നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന്. കാരണം ഇപ്പം അടുത്ത് അമേരിക്കൻ കാര്യങ്ങൾ ഏറ്റവും വാർത്തയിലുണ്ടായിരുന്നു. റേസ് യുവർ ഹാൻഡ്, അത് വേണ്ട, ചാറ്റ് ചെയ്തോളൂ. ഓക്കെ, ചാറ്റിലിട്ടോളൂ. ഡൊണാൾഡ് ട്രംപ്. ഓക്കെ, ഒരാള് ഡൊണാൾഡ് ട്രംപ് ആണ്, ഹിബ. വേറൊരാള് ഹാഷ്മീർ പറയുന്ന ജോ ബൈഡൻ ആണ്. അപ്പൊ 2ആയിട്ട് പിരിഞ്ഞിരിക്കുന്നു. വെരി ഗുഡ്, ഇത് തന്നെയാണ് പ്രിപ്പറേഷൻ. ഓക്കെ, അപ്പൊ ആര് ശരി, അള്ളാ പിച്ചാമല്ലാക്കയോ നൈസാമലിയോ? അത് ഖസാക്കിന്റെ ഇതിഹാസ നോവലിലുള്ളതാണ്, രണ്ടും ശരി എന്നുള്ള. ഓക്കെ, അപ്പൊ ഇതിൽ ആരാണ്? അപ്പൊ നസ്ല മാഡം വിധി പറയുന്നോ, മറ്റാളുകൾ പറയൂ, അവരുടെ അഭിപ്രായം ഇടും. ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഇങ്ങനെ കാണുന്നത്. റിയൽമി C1 ഹാൻഡ് റൈസിങ്, അത് പ്രശ്നമല്ല, നിങ്ങൾ പോസ്റ്റ് ഇട്ടോളൂ. ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ, ചാറ്റിലിട്ടോളൂ. ഇനി പറഞ്ഞേ കഴിയും ഒരാൾക്ക് എന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ആരാണ് ശരി? ഡൊണാൾഡ് ട്രംപ് തന്നെ വീണ്ടും ഭൂരിപക്ഷം കൂടുന്നു. ഐഷ, ഡൊണാൾഡ് ട്രംപ്, ബൈസൺ, ഡൊണാൾഡ് ട്രംപ്. ഡൊണാൾഡ് ട്രംപിന് നല്ല വോട്ടാണല്ലോ കേരളത്തില്. ജോ ബൈഡൻ വീണ്ടും വരുന്നുണ്ട്, മുഹമ്മദ് ഹാമിദ് അൻസാരി. ഗുഡ്. അപ്പോൾ ഭൂരിപക്ഷം ഡൊണാൾഡ് ട്രംപാണ്. പക്ഷെ ഭൂരിപക്ഷം ന്യൂനപക്ഷമൊക്കെ ഇന്നലെ നടന്ന ഇലക്ഷൻസ്, നമുക്ക് 1,00,000 ആള് പറഞ്ഞാലും അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? ആരാണ് മാഡം? ഡൊണാൾഡ് ട്രംപ് ആയിട്ടില്ല, അയാൾ ഇപ്പോൾ ഇലക്ഷനിൽ വിജയിച്ചിട്ടേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ജോ ബൈഡനാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇതാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്ന അബദ്ധവും അപകടവും. നമുക്കറിയാം, അറിയുന്ന കാര്യങ്ങൾ എന്താണ്, യഥാർത്ഥ ഇൻഫർമേഷൻ എന്ന് അറിയുന്ന. അപ്പൊ ശ്രദ്ധയും ജാഗ്രതയും രണ്ടും രണ്ടാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ്, അത് എങ്ങനെയെന്ന് പഠിപ്പിച്ചുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോ അത് ശ്രദ്ധിക്കുക. കാരണം ഹൂ ഈസ് ദ, ആരാണ് ഇപ്പോഴത്തെ എന്നാ ചോദ്യം. അപ്പൊ ഇപ്പോഴത്തെ ആളാണ്, വരാൻ പോകുന്ന ആളല്ല. അപ്പൊ അറിവെല്ലാം ഉണ്ടായിട്ടും അറിവ് നമ്മളെ ചതിക്കുന്നത്. ഇതൊക്കെ മാറ്റാനുള്ള പല ശരികൾ. ഇതൊരു സീരീസാണ്, ഇന്ന് തുടങ്ങുന്നു, ഇന്ന് അവസാനിക്കല്ലത്. ഈ സീരീസ് നമ്മൾ തുടരും, പല ആഴ്ചകളിലായി തുടരും. തുടർച്ചയായിട്ടുള്ള ആഴ്ചകളായിക്കൊള്ളുന്നില്ല, അല്ലാതെ. അപ്പോൾ അക്കാദമിക് എക്സാം ആൻഡ് കോമ്പറ്റീറ്റീവ് എക്സാം, ഇതേ കാര്യം 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസർ ആവാനും, നമ്മൾ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർമ്മയില്ലേ, നവീൻ ബാബു, അദ്ദേഹം 19 വയസ്സ് കഴിയുമ്പോൾ 10ാം ക്ലാസ്സിന്റെ ബേസിൽ LDC ആയിട്ട് കയറിയ ആളാണ്. റൈറ്റ്. ഇപ്പോൾ 10ാം ക്ലാസ്സിന്റെ ലെവലിലുള്ള ചോദ്യമാണിത്. 10ാം ക്ലാസ്സിലാണ്. SSLC പരീക്ഷയാണെങ്കിൽ ഈ ചോദ്യത്തിന് ലേബർ ചാർജ് എന്തെഴുതിയാലും മാർക്ക് കൊടുക്കും. അതാണ് അക്കാദമിക് എക്സാം.
ഓ, ആ കുട്ടി പത്രം വായിച്ച ആളല്ലേ? ഡൊണാൾഡ് ട്രംപ് എഴുതിയതിന് ലേബർ ചാർജ്. പക്ഷേ മത്സര പരീക്ഷയാണ്, ഓരോ പണത്തൂക്കവും കൗണ്ട് ചെയ്യും. അതുകൊണ്ട് ഓരോ പണത്തൂക്കത്തിനും റിയലിന് മാത്രമേ മാർക്ക് കിട്ടൂ. ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ 5000 പേരുടെ താഴെയായി വരും റാങ്ക് ലിസ്റ്റിൽ. മത്സര പരീക്ഷ എന്ന് പറയുന്ന അതേ അങ്ങേയറ്റം, അതായത് വിശകലന ശേഷിക്കും യുക്തിചിന്തക്കും വഴിമാറുന്ന ശൈലി. ഇപ്പൊ ഞാൻ ചോദിച്ച ഏറ്റവും സിമ്പിൾ ചോദ്യമാണ്, പക്ഷെ അതിലൊരു യുക്തി ചിന്തയും ചിന്തിക്കുന്നതിന് പ്രാധാന്യമുണ്ട്. ആ ചിന്ത മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരൊറ്റ ചോദ്യം കൂടെ. എത്ര സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ? അതിനൊരു 5 സെക്കൻഡ് മതി. ടൈപ്പ് ചെയ്താൽ മതിയല്ലോ. 42 എന്നങ്ങ് ടൈപ്പ് ചെയ്താൽ മതിയല്ലോ. 42, അത്രയും സിമ്പിൾ അല്ലേ? 42 ആരും ടൈപ്പ് ചെയ്യരുത്, ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ. ഒരാള് മുഹമ്മദ് ഹാമിദ് അൻസാരി പറയുന്നത് 28, ബ്ലസൻ മാത്യൂസ് 28, വേറെ ആർക്കും 29. ഓക്കെ, ആള് വരുന്നുണ്ട്. ജസീൽ ടു എവരി വൺ 29 ഉണ്ട്. വരട്ടെ ജസീല്. പിന്നെ ഐഷ റന 29 ഉണ്ട്. വരട്ടെ. അപ്പോൾ സമാസമാണ്. അപ്പോൾ വിധി പ്രസ്താവിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട കോർഡിനേറ്റർ മിസ് നസ്ര മാഡത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. 28 വേറെ ഉണ്ട്. ഹിബ ഹൈദർ 28ലേക്ക്. അപ്പോൾ അവിടെ ഭൂരിപക്ഷം വരുന്നുണ്ട്. പക്ഷേ 29 ഐഷ റഹ്മാൻ വന്നതോടുകൂടി 29 സമാസമം വീണ്ടും. അപ്പോൾ 28, 29 ഏതാണ് മാഡം? പറയൂ. 29 29 എന്നാണ്. അപ്പം മാഡവും ആ ഗ്രൂപ്പിസത്തിന്റെ പ്രശ്നങ്ങൾ മാഡത്തെയും പിടികൂടിയിരിക്കുന്നു. മാഡത്തിന് പിന്നെ ജോലിയൊന്നും വേണ്ട, ജോലി ഉണ്ട് നിലവിൽ. അതല്ലാതെ തന്നെ വലിയ വലിയ കാര്യങ്ങളുണ്ട്. അപ്പോ 29 ഭൂരിപക്ഷം. പറയൂ, ആരെങ്കിലും പറഞ്ഞോളൂ. 28 സാർ. 28. വെരി ഗുഡ്. ഇതാണ് ഈ കണ്ട പത്രം മുഴുവൻ വായിക്കുകയും 900 ഗൈഡുകൾ വാങ്ങി തള്ളുകയും ചെയ്തിട്ട് ആ ഗൈഡിൽ പണ്ട്, അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പണ്ട് പഠിച്ച 29 സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞ് പഠിക്കുകയും അതേ കാര്യം ഒന്നും നിലനിൽക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എത്ര തവണയാണ് ജമ്മു കാശ്മീരിനെ സ്റ്റേറ്റ് അല്ലാതാക്കിയതിനെ കുറിച്ച് നമ്മളൊക്കെ വാട്സപ്പിലൂടെ വരെ പ്രതികരിച്ചത്. സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു. 29 - 1 എന്ന് കാൽക്കുലേറ്റർ എടുത്ത് നോക്കണ്ട. 28. അങ്ങനെ നോക്കിയ ഹിബയ്ക്കും അല്ലേ, പിന്നെ ബ്ലസൻ, മുഹമ്മദ് ഹാമിദ്, ഇവർക്കൊക്കെ ഉള്ളതാണ് അടുത്ത ജോലി. ഹാഷിർ അഹമ്മദ്, നേരത്തെ ഉള്ള ആൻസറിട്ടാണ്. ഇപ്പോൾ ആമിർ അഹമ്മദ്, ഹിബ ഹൈദർ ഒക്കെയാണ്. പിന്നെ ബ്ലസൻ ഉണ്ട്. ഓക്കെ, മുഹമ്മദ് ഹാമിദിന്റെ ശരിയാണ്, ഞാൻ വായിച്ചത്. അപ്പോൾ വിശകലന ശേഷിയും യുക്തിചിന്തയും വഴിമാറുന്ന ശൈലി, അപ്ഡേഷന്റെ ശൈലി. കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ട് രാവ് പകലില്ലാതെ ഉറക്കൊഴിഞ്ഞുകൊണ്ട് PSC കിട്ടാം, SSC കിട്ടാം, UPSC കിട്ടാമെന്ന് ദയവായിട്ട് ആരും വിചാരിച്ചു പോകരുത്. സോ ലേൺ ടു ലേൺ. പഠിക്കാൻ എങ്ങനെ പഠിക്കാം? ഗൈഡുകൾ കൊട്ടക്കണക്കിന് വാങ്ങിക്കൂട്ടുക, കോച്ചിങ് സെന്ററിൽ ചേർന്നിട്ട് പറയുന്നത് ഇങ്ങനെ പഠിക്കുക ചെയ്തുകൊണ്ട് മാത്രം ഇതൊന്ന് ഓണാക്കി വെക്കുക. ആ സ്വിച്ച് ഒന്ന്, നെക്ടോപ്പ് കമ്പ്യൂട്ടർ എന്ന് പറയും ഈ ഭാഗത്തിന്. നമ്മൾ കുറച്ചേ എന്ന് പറയും, ബാക്കി കണ്ടിന്യൂസ് ഒരുപാട് സാധനം ബാക്കി ഉണ്ടാവും. ഇനിയും പ്രസന്റേഷൻ ഞാൻ ഇന്നൊക്കെ തന്നെ 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ പോകും, ഇങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ. ഇതാ ഒരു കാര്യം, ഇതൊന്ന് വായിച്ചു നോക്കാം. എങ്ങനെ പഠിക്കണം? ഇത് ഇങ്ങനെ പഠിക്കണം എന്നാണ് അതിൻ്റെ എൻഡിങ്. അല്ല, ഗുരുക്കന്മാരിൽ ഗൂഗിളും യൂട്യൂബും ഡെന സ്വർണം എറിഞ്ഞിട്ടു. ഇപ്പൊ 2 ആഴ്ച മുമ്പുള്ള വാർത്തയാണ്. 2 ആഴ്ചയായോ? ഡിസ്കസ് ത്രോയിൽ തന്ത്രങ്ങൾ ഓൺലൈൻ സഹായത്തോടെ പഠിച്ചെടുത്ത് കോഴിക്കോട് പുല്ലൂരാമ്പാറ സെന്റ് ജോസഫ്സ് HS ഡെന ഡോണി ജൂനിയർ പെൺകുട്ടികളുടെ ഇനത്തിൽ സ്വർണം എറിഞ്ഞിട്ടു. പരിശീലനത്തിലേറെ സഹായിച്ചത് ഗൂഗിളും യൂട്യൂബുമാണെന്ന് ഡെനയുടെ ഇഷ്ടതാരം 2021, 24 ഒളിമ്പിക്സുകളിൽ സ്വർണം നേടിയിട്ടുള്ള US വലേറി ഓൾമാന്റെയും മറ്റ് പ്രമുഖരുടെയും വീഡിയോകൾ കണ്ട് പരിശീലിച്ചിട്ടുണ്ട്.
ലേൺ ടു ലേൺ. കുട്ടിക്ക് ബുദ്ധിയുണ്ട്, കുട്ടി സ്പോർട്സിൽ താരമാകാൻ ആഗ്രഹിക്കുന്നു, ഇവിടെ പലരും പഠിപ്പിക്കാനുണ്ട്, അത് പഠിക്കുന്നു. കൂടാതെ ടാക്ടിക്സ് പഠിക്കാൻ ഇന്നത്തെ വിശാല ലോകം. നമുക്ക് BSc പഠിച്ചവരുടെ, വിജയിച്ചവരുടെ തന്ത്രങ്ങൾ സോഴ്സ് ഉപയോഗിക്കാൻ ഇന്ന് വാർത്ത കേട്ട എത്ര പേരുണ്ട്? വാർത്ത ശ്രദ്ധിച്ച എത്ര പേരുണ്ട്? ഇന്ന് വാർത്ത കേൾക്കുമ്പോൾ പ്രധാനമന്ത്രി ഏതെങ്കിലും സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്തതിന്റെ കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ പ്രസ്താവന ഉണ്ടാവും. ഇവ രണ്ട് പാർട്ടിയല്ല, ഞാൻ പാർട്ടി ചെയ്തെന്നുള്ള പ്രശ്നമല്ല, അവരുടെ പദവിയാണ് കാര്യം. അവർ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രോജക്റ്റാണ് ഗവൺമെന്റ്. അതൊരു ചോദ്യമാണ്, മാർക്കാണ്, റൈറ്റ്? അതിൽ ഇന്ത്യയുടെ GDP കുറിച്ച് പറയും, അതൊരു വാർത്തയാണ്, അതൊരു ഇൻഫർമേഷനാണ്, അതൊരു പരീക്ഷാ ചോദ്യമാണ്, റൈറ്റ്? അപ്പൊ ശൈലി മാറ്റുക, സിലബസ് ആൻഡ് ബിയോണ്ട്. ഒറ്റ ചോദ്യം. BA കുറെ പേരുണ്ട് ഇതിലുണ്ട് അല്ലേ? BComകാരുണ്ട്, BScക്കാരുണ്ട്. ഈ ചോദ്യം ചോദിച്ചു, അതിന് നിങ്ങൾ ഉത്തരം തന്നു, പുറത്താരോടും പറയണ്ട. പറഞ്ഞാലും കുഴപ്പമില്ല, അവരോട് പറയണ്ട, അവരോട് പറയാ വേറെ ആരോടും പറയണ്ട. എന്താണ് ചോദ്യം? നിങ്ങൾ BA കഴിഞ്ഞു, അല്ലെങ്കിൽ BA പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ഡിഗ്രി. നിങ്ങളുടെ യഥാർത്ഥ സിലബസ് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്, അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ BCom ആണ്, അത് ഒറിജിനൽ സിലബസ് കണ്ട എത്ര പേരുണ്ട്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അക്കാലത്ത് BA ഹിസ്റ്ററിക്കും MA ഹിസ്റ്ററിക്കും റാങ്ക് വാങ്ങിയ ഒരാൾ എനിക്കറിയാം. എൻ്റെ അപ്പുറത്തെ ക്ലാസ്സിൽ ഇരിക്കുന്ന ആളാണ്. ഞാൻ എക്കണോമിക്സ് ആണ്, 2 ഫസ്റ്റ് റാങ്കാണ്. അദ്ദേഹം ഇന്നത്തെ പോലെ ഒരു ക്ലിക്കിനിൽ സിലബസ് ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അടിച്ചാൽ കിട്ടുന്ന ഒരു കാലമല്ലാത്തത് കൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്ററിൽ പോയി ഇരുന്ന് റെഫർ ചെയ്തിട്ട് നോക്കി വായിക്കും. പക്ഷെ നമുക്ക് ഏതെങ്കിലും ഗൈഡിൽ എഴുതി വെച്ച കുറെ ചോദ്യങ്ങൾ വാരി പിടിച്ച് ദിവസം മണിക്കൂറുകളോളം ഉറക്കൊഴിഞ്ഞ് പഠിച്ചു കളയാന്നല്ലാണ്ട് യഥാർത്ഥ സിലബസ് പോലും കാണുമല്ലോ. എവിടെ കിട്ടും സിലബസ്? എവിടെ കിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ? ഇതൊക്കെ പുസ്തകങ്ങൾ വാങ്ങണ്ട ഒന്നുമല്ല, ഓരോന്നിനും അതിൻ്റെ ഓതന്റിക് സോഴ്സ് ഉണ്ട്. ഇതെവിടുന്നാ കിട്ടുക? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ കിട്ടും? കിട്ടുന്ന കടയുടെ ബോർഡ് ഞാൻ ഇതിൻ്റെ താഴെ വെക്കുന്നുണ്ട്. ആ കടയിൽ 50% വിലക്കുറവിൽ കിട്ടും എന്നാണല്ലോ ഇപ്പോഴത്തെ പരസ്യം. സ്കോളർഷിപ്പോട് കൂടി പഠനം, 60% വിലക്കുറവ് എന്നൊക്കെ. ഇതൊരു വിലയും പണ്ടേ വേണ്ട. കേരള PSCയുടെ വെബ്സൈറ്റിൽ കൃത്യമായ ലിങ്ക് ഉണ്ട്. ഇത് ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യേണ്ടെന്നൊരു ആവശ്യമില്ല. അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ ഇനിയുള്ള കാലത്ത്. അപ്പോൾ ഒറിജിനൽ സിലബസും ഒറിജിനൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും യു കളക്ട് ഫ്രം വെബ്സൈറ്റ്സ്. അപ്പം നമുക്ക് ചില അത്ഭുതകരമായ തിരിച്ചറിവുകൾ വരും. എന്താണ് അത്ഭുതകരമായ തിരിച്ചറിവുകൾ? ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യാം വെറുതെ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്യാം. ഇവിടെ വന്നോ? Can now see your application. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണാൻ തുടങ്ങിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാനിവിടെ കാണാം അല്ലേ? ഓക്കെ, താങ്ക് യു. ഞാനിവിടെ ചാറ്റ് പേജ് ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഞാൻ കാണാത്തത്. ശരി. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കുള്ള നിർദ്ദേശം. എന്തിനാ ചെറിയ കാര്യം പറയുന്നത് എന്നുള്ളതിന്റെ ഉത്തരം ഞാൻ നേരത്തെ എൻ്റെ പഠിപ്പിച്ച ട്യൂട്ടോറിയലിൽ ഒരു ബുദ്ധിമാനായ മാഷും വേറൊരു മാഷും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തെറ്റിച്ച ആൾക്കാരുണ്ട്. ചോദ്യക്കടലാസ് നൽകുന്നത് പുസ്തക രൂപത്തിലാണ്. ABCD എന്ന 4 അക്ഷര കോഡുകളിലുള്ള ചോദ്യ പുസ്തകങ്ങളാണ് നൽകുന്നത്.
ഇത് ഏതാ ഇതിന്റെ കോഡ്? എ ആണ്. ഈ എ അല്ലാതെ നിങ്ങൾ ആൻസർ പേപ്പറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതിയത് പഠിച്ചത് മുഴുവൻ പോകും. സാന്ദർഭികമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊന്നും എക്സാം ഹാളിൽ വെച്ച് വായിച്ച് പഠിക്കേണ്ടതല്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ ഇത് റീസെന്റ് ആയിട്ട് വന്നൊരു പേപ്പറാണ്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഒറിജിനൽ സൈറ്റിൽ നോക്കിയിട്ട് പഠിച്ചെടുക്കും. ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ട് ഇതൊക്കെ വായിക്കുന്ന, ഇനി എക്സാം ഹാളിൽ ഇരുന്ന് ഇതൊക്കെ വായിക്കുന്ന ചില നിർഭാഗ്യവാന്മാരെ കുറിച്ച് എന്താ പറയാ, അന്ധഭാഗ്യം ജനാനാം. അതില്ലാതെ നിർഭാഗ്യവാന്മാരെ. ഏതായാലും ഈ കഴിഞ്ഞൊരു ചോദ്യം, നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? ആ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാണ്? ആരാണ് ആ എല്ലാവരും? ഉത്തരം അറിയുന്നവരൊന്നും ഇടൂ. എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഈ PSC ഒന്നും എഴുതാനില്ലല്ലോ. അത് പറഞ്ഞാണ് നീരജ് ചോപ്ര. മറന്നില്ലേ? കേരളത്തിന്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വരും. KG ബാലകൃഷ്ണൻ ഉറപ്പല്ലേ? മുഹമ്മദ് മുഷ്താഖ് അതിൽ ഉറപ്പല്ലേ? മധുകർ ജംദാർ, ആശിഷ് ജിതേന്ദ്ര ദേശായി. പാഠപുസ്തകത്തിലാണോ? അല്ല. ഇന്നലെ രാത്രിയിലെ വാർത്തയിൽ. ഇത് ഇന്നത്തെ ചോദ്യമല്ല, ഇന്നത്തെ ഉത്തരവല്ല, ഏറ്റവും ലേറ്റസ്റ്റ് സാധനമാണ് ഞാൻ പറയാണ്. തലേ ദിവസത്തെ വാർത്തയിൽ അത് കേൾക്കുമ്പോൾ വാർത്ത കേട്ടോ. ഏറ്റവും ചുരുക്കി വാർത്ത തരുന്ന റേഡിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചോ. രാത്രിയിൽ ഒരു ബുള്ളറ്റിനെങ്കിലും അരമണിക്കൂർ വാർത്ത കേട്ടോ. നമുക്ക് എന്താ വാർത്തയിൽ പ്രാധാന്യം? ഇപ്പോ എലക്ഷൻ നടന്നു, ജാവലിൻ ത്രോ, ഹഷീർ, വേറെ ആർക്കും ഓർമ്മയില്ല. ABCD, ഓക്കെ 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 ഓക്കെ. ജാവലിൻ കുറെ പേര് എഴുതിയിട്ടുണ്ട്. സോറി, വെരി ഗുഡ് വെരി ഗുഡ്, ഐ എം വെരി ഹാപ്പി. ബ്ലസൻ ജാവലിൻ, മുഹമ്മദ് ജാവലിൻ, ഹാമിദ് ഷാമിൽ ഡി, ഓക്കെ. ആശിഷ് ജിതേന്ദ്ര ദേശായാണ്, സോറി ജാവലിൻ, സോറി ഡി, ജാവലിൻ എല്ലാവരും അതിനെ. പക്ഷേ ഹിബാണ്ട് സിയിലേക്ക് പോയിട്ടുണ്ട്, ഷൂട്ടിംഗ് ആണെന്ന്, നീരജ് ചോപ്ര. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് വിടുന്നു എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട സന്ദേശമാണ്. നിങ്ങൾ അത് ഞാൻ അതിന്റെ അടിയിലേക്ക് അതിന്റെ പ്രസന്റേഷൻ വെച്ചിട്ടുണ്ട്. പക്ഷെ യാദൃശ്യമായിട്ട് അതിപ്പോൾ വന്നതുകൊണ്ട് പറയുന്നു. നിങ്ങളൊരു കോച്ചിങ് സെന്ററിൽ ചേരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നു, അതിൽ ആൻസറും കൂടെയുള്ള വേർഷൻസും സൈറ്റിലുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുന്നു. എന്നിട്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യയുടെ തലസ്ഥാനം 100 ചോദ്യങ്ങൾക്കും ചോദ്യവും ഉത്തരവും വായിച്ച് തലയിൽ കയറ്റുന്നു. കാരണം 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സിലൊക്കെ ടീച്ചർ എഴുതി തന്ന ചോദ്യത്തിനുള്ള ഉത്തരം വായിച്ച് പഠിക്കുക എന്നുള്ള വലിയൊരു ശൈലി രൂപപ്പെട്ട് അതിങ്ങനെ തലയ്ക്കകത്ത് അടിച്ച് കിടക്കുകയാണ്. പക്ഷെ അത് അത്രയും, നേരത്തെ ഞാൻ പറഞ്ഞു, അക്കാദമിക് എക്സാം ആണ്. അക്കാദമിക് എക്സാം ഈസ് ഡിഫറെന്റ് ഫ്രം കോമ്പറ്റീറ്റീവ് എക്സാം. അവിടെ നമ്മളെ എങ്ങനെയും കുട്ടിക്ക് വാരിക്കോരി മാർക്ക് കൊടുത്ത് ജയിപ്പിക്കാൻ വേണ്ടിയാണ് SLC+. ഇഷ്ടം പോലെ ഉണ്ട്. അക്ഷയപാത്രമാണ്. ആർക്ക് വേണ്ടി വിളമ്പിയാലും പിന്നെ അവിടെ A+ അത്രയും ബാക്കിയാണ്. +2 അങ്ങനെ തന്നെ എഴുതിയാൽ എങ്ങനെയും കുട്ടിക്ക് മാർക്ക് തരാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ഇഷ്ടം പോലെ സ്റ്റോക്കാണ്. എന്നാൽ ഗവൺമെന്റ് ജോലി സ്റ്റോക്കില്ല, നമ്പർ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ഹൗ ടു ത്രോ യു ഔട്ട്, നിങ്ങൾ എങ്ങനെ തോൽപ്പിക്കാം. കാരണം കുറെ പേരെ, അത്ര ബുദ്ധിമാന്മാരല്ലാത്ത കുറെ പേരെ എലിമിനേഷൻ റൗണ്ടാണ്. പാട്ടിന്റെ ഒക്കെ കോമ്പറ്റീഷൻ കണ്ടില്ലേ ചാനലിലെ? എലിമിനേഷൻ റൗണ്ട്. ഓൾ ദ കോമ്പറ്റീറ്റീവ് എക്സാംസ് ആർ എലിമിനേഷൻ റൗണ്ട്. ഈ എലിമിനേഷൻ റൗണ്ട് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതാണ് കാര്യം. അപ്പോ മത്സര പരീക്ഷയ്ക്ക് ഉത്തരങ്ങൾ എഴുതുമ്പോൾ ചോദ്യവും ഉത്തരവും വായിക്കുമ്പോൾ വായിച്ച് പഠിക്കാൻ പാടില്ല. ഈ ചോദ്യം കിട്ടുമ്പോൾ ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു, ഉടനെ കയറിയിട്ട് നമ്മുടെ പഴയ ഇൻഫർമേഷൻ ആണെങ്കിൽ ഇയർ ബുക്ക് പോലുള്ളതിൽ കാണും, ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഇന്റർനെറ്റിൽ കാണും ഓതന്റിക് ഇൻഫർമേഷൻ. നമ്മുടെ ഒളിമ്പിക്സിന്റെ ഒറിജിനൽ സൈറ്റിൽ അതിന്റെ റിസൾട്ട് കംപ്ലീറ്റ് കിടക്കുന്നുണ്ടാവും. 1000 കുളത്തിൽ കയറി ഓരോരോ മീനിനെ പിടിക്കണ്ട.
നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഉള്ള ഒരു കടൽ അവിടെ ഉണ്ട്. ഒളിമ്പിക്സിന് അതിൻ്റെ സൈറ്റിൽ കംപ്ലീറ്റ് കിട്ടും, ഫോട്ടോസും എല്ലാ ഓരോന്നിൻ്റെയും രാജ്യവും കാര്യം, ഓതന്റിക് ഇൻഫർമേഷൻ. അതുപോലെ ഓരോന്നിനും അതിൻ്റെതായ മാർഗങ്ങളുണ്ട്. അവിടെ കയറി നമ്മൾ നോക്കുമ്പോൾ ഒരു നീരജ് ചോപ്രയെ തിരയുന്ന എഫേർട്ട് കൊണ്ട് 1 മാർക്ക് കിട്ടാനുള്ള സാധ്യത കൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒരു 100 മാർക്കോ 100 ഇൻഫർമേഷനോ 500 ഇൻഫർമേഷനോ ആണ്. അപ്പോൾ വിശാലമായ ഒരു ലോകത്തേക്കാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്, അതൊക്കെ തലയിൽ കിടക്കുന്ന രീതിയിൽ പഠിക്കുകയാണ്. എന്നിട്ട് അവിടെ നമ്മൾ നമ്മുടെ കയ്യിൽ വെന്നെവർ വി ലേൺ വി വിൽ കീപ്പ് എ നോട്ട്ബുക്ക്. ഒരു നോട്ട്ബുക്ക്, ഒരു പെന്ന്, കടലാസ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും പുറത്തിറങ്ങുന്നേയില്ല ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ. കാരണം ഇപ്പം നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാൽ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം വായിച്ച് പഠിക്കുന്നത് അപൂർവം സന്ദർഭത്തിൽ വേണ്ടി വന്നാലേ ചെയ്യാവൂ, റിവൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. നോർമലി ചോദ്യങ്ങൾക്ക് ഉത്തരം നേരെ നോക്കാതെ ഉത്തരം തിരഞ്ഞ് കണ്ടെത്താൻ ആദ്യം ഓർമ്മയിൽ തിരയുന്നു, പിന്നീട് സോഴ്സിൽ തിരയുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നു, ഈ പഠിച്ചതും ഓർമ്മയിൽ നിൽക്കുന്നു. അപ്പോൾ ഒരൊറ്റ ചോദ്യം അത് കുറിച്ച് വെക്കുന്നു. വയനാട്ടുകാരോ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വയനാട്ടുകാരുണ്ടായാലും അമേരിക്കയിലെ മലയാളി ഉണ്ടായാലും എല്ലാവരും അറിയേണ്ട കാര്യമാണല്ലോ. ഇപ്പോൾ 2024 24 വയനാട്ടിലൊരു വലിയ മലയിടിച്ചൽ. ആ മലയിടിച്ചൽ എന്നായിരുന്നു അതുണ്ടായത്? പറയൂ, ആൻസർ ഇട്ടോളൂ. അതിന്റെ ഡേറ്റ് ആണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ ഡേറ്റ് ആണ് ഞാൻ ചോദിക്കുന്നത്. എന്നാണ് ആ ഡേറ്റ്? എത്ര പേർ? ജൂലൈ 31. 2024 കൂടി എഴുതി ശീലിക്കണം. ഇപ്പൊ സാരമില്ല, 2024 ജൂലൈ 31. വേറെ ആരെങ്കിലും? ഹാദി ഹനാൻ. ഇത് PSC ബുക്ക് എന്ന് വായിച്ചതല്ല, അന്ന് വാർത്ത കേട്ടതാണ്. തനൂജ ജൂലൈ 20. ആ, ഇവിടെ എല്ലാ പാർട്ടിക്കാരുണ്ടല്ലോ. ജൂലൈ 30, ജൂലൈ 31, ജൂലൈ 20, ജൂലൈ 30. ഉത്തരം ഏത് ശരിയെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. പക്ഷെ അതല്ല കാര്യം. നമ്മുടെ ഓർമ്മ, നമുക്ക് നന്നായിട്ടറിയാവുന്ന കാര്യങ്ങൾ നമ്മളെ എത്ര ചതിക്കുന്നു, ഓർമ്മയിൽ നിന്ന് എത്രമാത്രം. ആ കടുത്ത മലയിടിച്ചിലിൽ വീടുകളും പശുക്കളും ആളുകളും വാഹനങ്ങളും ഒക്കെ വാഷ് ഓഫ് തുടച്ച് നക്കിയെടുത്തതുപോലെ നമ്മുടെ ഓർമ്മയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അത്രയും തുടച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രതിഭാസം നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ കേൾക്കുന്നേ ഉള്ളൂ, ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഓരോ കാര്യവും ശ്രദ്ധിക്കുമ്പോൾ, ഓരോ കാര്യവും വായിക്കുമ്പോൾ, ഐ എം എ PSC ആസ്പിറന്റ്, ഐ എം എൻ SSC ആസ്പിറന്റ്, ഐ എം എ UPSC ആസ്പിറന്റ്, ഐ ഹാവ് എൻ എയിം എന്ന് ഓർത്തുകൊണ്ട് ആ ആംഗിളിലേ ചിന്തിക്കാവൂ. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ജൂലൈ 30, 2024, ജൂലൈ 30. കുറെ പേര് ജൂലൈ 30 വരുന്നുണ്ട്. അപ്പോൾ ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ നിങ്ങളെ തൊട്ടടുത്തുള്ള പെന്നും പേപ്പറിലും നിങ്ങൾ കുറിച്ച് വെക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഇരിക്കുന്ന മെത്തേഡ് പഠിക്കുന്നതിൽ കാര്യമില്ല. അത് ഹാബിറ്റ് ആക്കും. അത് പേപ്പർ എന്നുള്ളതിന് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് ആക്കും. ഓക്കെ, നോട്ട്ബുക്ക് വാങ്ങിയിട്ട് ഓരോ ദിവസത്തെയും പ്രധാന കാര്യങ്ങൾ എന്ത് കുറിക്കുന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ ഞാൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. 3 മണ്ഡലത്തിലേക്ക് കാര്യമില്ല എന്ന് പറഞ്ഞുകൂടാ. സിജിയിൽ കഴിഞ്ഞ ദിവസം സംശയം ചോദിക്കാൻ വന്ന, സംശയം ചോദിക്കാനല്ല, ജോലി ഇല്ലാഞ്ഞിട്ട് എനിക്കിനി അത് വേണം ഇത് വേണം, അങ്ങനെ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വന്ന കുട്ടി, ജോലി കിട്ടണം, പ്രായം എങ്ങനെയായി, കഷ്ടമാണ് സ്ഥിതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടി പരീക്ഷ എഴുതുന്നു. കോച്ചിങ് സെന്ററിൽ ആദ്യം വേറൊന്ന് ചേർന്നിരുന്നു, അത് ഗുണമില്ല, അവിടുന്ന് കിട്ടിയില്ല, ഇനി മറ്റൊന്നിലേക്ക് ചേരുന്നു. അവരോടാണ് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ എലക്ഷൻ നടക്കുന്ന സ്റ്റേറ്റ് ഏതൊക്കെയാണ്? അപ്പോൾ സ്റ്റേറ്റ് അവർക്ക് ഓർമ്മ വരുന്നില്ല. നിങ്ങൾക്ക് ഓർമ്മ വന്നോ? ജാർഖണ്ഡും മഹാരാഷ്ട്രയൊക്കെ ഓർമ്മ വന്നോ? ഓക്കെ,
പോട്ടെ, ബൈ ഇലക്ഷൻ നടക്കുന്നത് കേരളത്തിൽ എവിടെയൊക്കെയാണ്? അല്ല, ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് എന്തോ ഒന്നിലായിരുന്നു, അതുകൊണ്ട് ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു. ഈ ജന്മത്തിൽ ആ കുട്ടിക്ക് ജോലി കിട്ടാൻ പോകുന്നുണ്ടോ? ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നിങ്ങൾ ചില ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടായിരിക്കും ഇപ്പോൾ കേൾക്കുന്നത്, ഇന്റലിജന്റ്. അതിനിടയ്ക്ക് കേൾക്കാൻ പറ്റുന്നതാണിത്. ഇത് ക്ലാസ് വളരെ സീരിയസ് ആയതുകൊണ്ട് നോട്ട് വേണം, എന്നാലും വാർത്തകൾ അങ്ങനെ കേൾക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഭാഗമായിട്ട്, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനിൽ എന്തറിയണം? ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമല്ല, 1.5 മാസമായി, 2 മാസത്തോളമായി, എല്ലാ ദിവസവും ഈ പാർട്ടിക്കാരൻ ആ പാർട്ടിക്കാരനെ, ഈ പാർട്ടിയിൽ എന്ന ആള് ഈ പാർട്ടിക്കാരനെ, ഓരോ ദിവസവും നടക്കുന്ന പ്രസംഗങ്ങൾ, സംഭവങ്ങൾ. നിങ്ങളൊരു ജേർണലിസ്റ്റ് ആവാൻ പോകുന്ന ആളാണെങ്കിൽ ഇതൊക്കെ ആവശ്യമാണ്. നിങ്ങൾ UPSC എഴുതാൻ പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആകെ വേണ്ടത്, കേരളത്തിൽ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു, അതിൽ ഇന്നാൾ ജയിച്ചു. എത്രാം തീയതി ആയിരുന്നു? അതുപോലെ അസംബ്ലിയിലേക്കും ഇന്നാൾ ജയിച്ചു. ഇത്രേ വേണ്ടൂ, റൈറ്റ്? ആ ഇൻഫർമേഷന് പകരം വേറെ പണിയൊന്നും ഇല്ലാത്ത എന്നെ പോലുള്ള ആൾക്കാർ, ഓക്കെ, എന്നെ എല്ലാം എനിക്ക് പറയാൻ പറ്റും, ഇങ്ങനെ ഈ രാഷ്ട്രീയ ചർച്ചകൾ ഓരോ ദിവസവും, രാഷ്ട്ര സംബന്ധമായ കാര്യങ്ങൾ അറിയേണ്ടതല്ല, പക്ഷെ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളും, ഇന്ത്യ ഗവൺമെന്റ് പോളിസിയും കേരള ഗവൺമെന്റ് പോളിസിയും, പല കാര്യങ്ങളും, ബജറ്റിന്റെ പേജ്, ഇതൊന്നും നോക്കാതെ ഈ കാര്യങ്ങൾ ഇങ്ങനെ കേട്ട് ഹരത്തിന്, അത് സിനിമ കാണുന്ന പോലെയാണ്. അപ്പോൾ റെലവെന്റ് ഇൻഫർമേഷൻ ഷുഡ് ബി നോട്ടഡ്. അവിടെയാണ് നമ്മുടെ വിജയം. അപ്പൊ റെലവെന്റ് ഇൻഫർമേഷൻ. ഇനിയിപ്പോ കൂട്ടത്തിലൊരു കാര്യം, പ്രിയങ്ക വയനാട്, ചേലക്കര ആരാണ്? സോറി, പാലക്കാട്. പ്രിയങ്ക എന്നല്ല, പാലക്കാട്, വയനാട്, ചേലക്കര. അങ്ങനെ എഴുതുമ്പോൾ ഒരു കാര്യം കൂടി നോക്കുന്നതിലാണ്, ഈ പാലക്കാട്, വയനാട്, ചേലക്കര, ഇത് 2 ഒരു ഗ്രൂപ്പും മറ്റൊന്ന് വേറെ ഗ്രൂപ്പുമാണ്, അല്ലേ? അപ്പോൾ പാലക്കാട് ലോക്സഭാ മണ്ഡലം, ഈ മണ്ഡലത്തിന് എന്താ ഇംഗ്ലീഷ്? കൂട്ടത്തിലായി ചോദിക്കട്ടെ. വയനാട്, അങ്ങനെ. ചേലക്കര നിയമസഭാ മണ്ഡലം. നിയമസഭാ മണ്ഡലത്തിന്റെ ഇംഗ്ലീഷ് പെട്ടെന്ന് നിങ്ങളുടെ നാവിലേക്ക് വന്നോ? ആരെങ്കിലും കോൺസ്റ്റിറ്റ്യുവൻസി. വെരി ഗുഡ്. ഇംഗ്ലീഷിലുള്ള ന്യൂസുകൾ കേൾക്കാത്തവൻ ഈ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് വരില്ല. നേരത്തെ മലയിടിച്ചൽ എന്നൊക്കെ പറഞ്ഞു, മണ്ണിടിച്ചൽ എന്നൊക്കെ പറഞ്ഞു. എന്താ അതിന്റെ ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ, വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ദ വേർഡ് ലാൻഡ് സ്ലൈഡ് ഷുഡ് കം ടു യുവർ ബ്രെയിൻ. കാരണം എല്ലാ പരീക്ഷയ്ക്കും ഇംഗ്ലീഷിലൂടെ, ഇത് വെറും നിങ്ങൾ കേരള PSC എന്ന് പറയുന്ന 5 കൊല്ലം കൂടുമ്പോൾ നടത്തിയിട്ട് കാലങ്ങളെടുത്തിട്ട് കുറേ നിരാശര സൃഷ്ടിക്കുന്ന ഒരു പരീക്ഷ മാത്രം പോരാ, അത് തീർച്ചയായിട്ടും വേണം. അതിൻ്റെ കൂടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എഴുതണം. ഇതിനൊക്കെ ഉള്ള ടാക്ടിക്സ് ആണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ don't read in Malayalam alone, don't read Malayalam bulletins alone. You have to listen to English bulletins also, so that hundreds of very relevant, maybe boring, but very relevant. കാരണം ബോറടിക്കാതിരിക്കാൻ ഭാവിയിൽ നമുക്ക് ഒരുപാട് രസകരമായ കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിൽ നിന്ന് നമുക്ക് തല ഊരണ്ട കുറച്ച് കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവണമെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റ മാറ്റി വെക്കേണ്ടി വരും. ഇൻസ്റ്റയിലെ കളികൾ മാറ്റി വെക്കേണ്ടി വരും. കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ ഇൻസ്റ്റയിൽ കളികളാണല്ലോ 99. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോകുന്നില്ലെങ്കിൽ എനിക്കിത് അറിയാൻ പറ്റുമോ? ഞാൻ പോകണമല്ലോ. കാരണം നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കണമെങ്കിൽ എൻ്റെ കാലത്തുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരല്ലോ. അപ്പോൾ അപ്ഡേഷൻ നമുക്ക് വേണം. എനിക്ക് എൻ്റെതായ രീതിയിൽ അപ്ഡേഷൻ വേണം. അതിനുവേണ്ടി കാണണം. നിങ്ങളുടേതായ രീതിയിൽ അപ്ഡേഷൻ വേണം. ഈ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒക്കെ ഇംഗ്ലീഷ് ന്യൂസ് ബുള്ളറ്റിൻ കേട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതിൽ ഈ ഇന്ത്യയിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതല്ല, ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, നാഷണൽ പൊളിറ്റിക്സ് എല്ലാം ഉണ്ടാവും. അതിൽ പാർട്ടി പൊളിറ്റിക്സിന്റെ ചെറിയ ദൈനംദിന കാര്യങ്ങൾ, റെലവൻ്റ് അല്ലാത്തത് മാറ്റിവെച്ചാലും എൻ ഓഷൻ ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ എവിടെയാണ്? അത് ആദ്യത്തെ 2 കറണ്ട് ആണ്. പിന്നുള്ളത് സ്റ്റാറ്റിക് ഇൻഫർമേഷൻ ആണ്. സ്റ്റാറ്റിക് GK, പെർമനന്റ് GK. എവിടെയാണ് ആനി ബെസന്റ് ഹോം റൂൾ മൂവ്മെന്റ് തുടങ്ങിയെന്നുള്ളത് സ്റ്റാറ്റിക് ആണ്. ഖദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകി, ശ്രദ്ധിച്ച് വായിക്കുകയും വേണം. ഖാദർ എന്നും വായിക്കുക, ഖദർ എന്നും വായിക്കുക, ഖദാർ മൂവ്മെന്റ് എന്നും വായിക്കുക.
താഴെ പറയുന്നവരിൽ ബാലഗംഗാധർ തിലകിന്റെ ജേണൽ ഏതാണ്? ഇതൊക്കെ സ്റ്റാറ്റിക്. ഇതൊക്കെ പഠിക്കാൻ എന്താണ് വഴി? ഓക്കെ, അത് നമ്മൾ വിട്ടു. നമ്മളെ ഇതിലേക്ക് തിരിച്ചു വരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ആ മെയിൻ പ്രസൻറ്റേഷനിലേക്ക്. അല്ലാതൊരു പ്രസൻറ്റേഷൻ അവിടെ ബാക്കിയുണ്ട്. നമുക്ക് ഇന്ന് തീർക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. നമുക്കത് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്നുള്ളതാണ് ഉദ്ദേശം. സോറി, ഏത് പ്രസന്റ് ചെയ്യണം? ഒരു നിമിഷ നേരത്തെ ജാഗ്രത കുറവ് മതി പോകാൻ. പിന്നെ പല ആളുകളും ചില ഉറച്ച ധാരണകൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണെന്നൊന്ന് വന്ന് നോക്കാം. അതൊരു ആറ്റിറ്റ്യൂഡാണ്. മറ്റാളുകൾ ഇങ്ങനെ കാശ് കൊടുത്തും ഒരുപാട് മെനക്കെട്ടും വലിയ വലിയ പരസ്യങ്ങൾ കണ്ടിട്ടും ഒക്കെ പോകുന്ന ആളുകളുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോൾ എന്നാൽ അതൊന്നും നോക്കാം. ഏതായാലും ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് ഇതൊന്നും നോക്കാം. സിനിമ കാണുന്നതിന് പകരം കേട്ടാലും മതിയല്ലോ. അടുക്കളയിൽ പണിയിലാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്, ഇതിൻ്റെ ഇടയിലും നോക്കാമല്ലോ. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ വരാൻ തോന്നിയതുപോലെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് വേണം. അത് വീണ്ടും ജസ്റ്റ് ഓർമ്മിപ്പിച്ച് മാത്രം, നിങ്ങളുടെ കാര്യത്തിൽ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വേറെ ആരെങ്കിലും അയച്ചു തന്നുകൊണ്ട് കിട്ടി, നിങ്ങളൊന്ന് കയറി നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഉത്തരങ്ങൾ നോക്കാതെ പഠിക്കണം എന്ന് ഞാൻ നേരത്തെ വന്നു. അപ്പോൾ ഇയർ ബുക്ക് പോലുള്ളത് ഔട്ട്ഡേറ്റഡ് ആയില്ലേ? പക്ഷേ സ്റ്റാറ്റിക് പഠിക്കാൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഇന്റർനെറ്റ് വേണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് സെക്രട്ടേറിയറ്റ് എക്സാം വിളിച്ചോ? സെക്രട്ടേറിയറ്റ് എക്സാം വിളിച്ചോ? യെസ് ഓർ നോ? ഇല്ല. വെരി ഗുഡ്, താങ്ക് യു. പക്ഷേ വിളിക്കാം, ഏത് നിമിഷവും വിളി വരാം, അല്ലേ? വിളിക്ക് ഉത്തരം നൽകും നമ്മൾ, അപ്പോൾ ഉത്തരം നൽകും. അതിന് ആരെയും കാത്തുനിൽക്കില്ല. കാരണം വി ആർ വെൽ എക്യുപ്ഡ്. ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓക്കെ ഇല്ല. അപ്പോൾ അതിൽ എന്തായിരിക്കും ചോദ്യങ്ങൾ? തീർച്ചയായിട്ടും പ്രിലിമിനറിയിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ധാരാളം വരും. ഈ ജനറൽ കാര്യങ്ങൾ പൊതുവിജ്ഞാനം എവിടെ കിട്ടും? ഈ ഉലകത്തിൽ എവിടെയുണ്ട് പൊതുവിജ്ഞാനം? എവിടെയുണ്ട് ഭാഷ? സമയമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ആരാധകരുണ്ട് അവിടെ. അത് ന്യൂജനൊക്കെ മാറിയോ? പ്രണവിലേക്കും ദുൽഖറിലേക്കും മാറിയോ? ഇല്ല, എപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്തായാലും ലാലേട്ടൻ ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. എന്നെ പോലെ തന്നെ ലാലേട്ടൻ്റെ ആരാധകരാണ്. ഞാൻ ഇനിയിപ്പോൾ അടുത്ത ആൾ വരുമ്പോൾ അയാളുടെ ആരാധന. സാഹിർ റഹീം, ഓക്കെ. AJ ടൊവിനോ, ഓക്കെ വരട്ടെ. ടൊവിനോ നല്ല ആളാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. എന്തായാലും ലാലേട്ടൻ മലയാള സിനിമകളിൽ കത്തി നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്, ഇതിനേക്കാൾ തിരക്കേറിയ അതിഗംഭീരമായ പടങ്ങളൊക്കെ നിരന്തരം ഇറങ്ങിക്കൊണ്ടിരുന്ന ലാലേട്ടനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആളുകൾ ഇടിച്ചു നിൽക്കുന്ന, യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുക്കുമ്പോൾ അത് സ്റ്റേജിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ആളാണ് ഞാൻ. യൂണിവേഴ്സിറ്റി പബ്ലിക് റിലേഷൻസ് ഓഫീസറൊക്കെ ആയിരുന്നു ഞാൻ. അപ്പോൾ അന്ന് പോലും ആളുകൾ അദ്ദേഹം നടുവിലൂടെ കടന്നു വരുമ്പോൾ ചാടി വീഴുന്ന, അത് വളരെ റീസെൻ്റ് ആണ്, 2018 അങ്ങനെയുള്ള ലാലേട്ടൻ, അത്രയും കത്ത് നിൽക്കുന്ന ലാലേട്ടൻ നാടകം അഭിനയിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നാടകം അഭിനയിക്കാൻ ഒരു മാസം എടുത്തിട്ട് റിഹേഴ്സൽ. ഈ സിനിമയിൽ ബൈഹാർട്ടാക്കണ്ട, ആ സമയത്ത് ഡയലോഗ് ഇങ്ങനെ പറയുന്നു, ഓക്കെ, ഒന്നും ഇല്ല, ഒരു സെന്റൻസ് പറഞ്ഞു കൊടുത്തു, അത് പറയുന്നു, അതിൻ്റെ ഇമോഷൻസ് എക്സ്പ്രഷനൊക്കെ ഇടുന്നു. പക്ഷെ നാടകത്തിൽ അങ്ങനെയല്ല. 2 മണിക്കൂർ നാടകത്തിൻ്റെ അത്രയും ബൈഹാർട്ടാക്കണം. എളുപ്പമല്ല. നാടക ക്യാമ്പ് 2 മാസമൊക്കെ നടത്തിയിട്ടാണ് ബൈഹാർട്ടാക്കുന്നത്. എന്നാൽ അതിലും ഭയങ്കരമായ ഒരു കാര്യം പറയാം. അദ്ദേഹം അഭിനയിച്ചത് സംസ്കൃത നാടകത്തിലാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ആ സംസ്കൃത നാടകം. അദ്ദേഹം സംസ്കൃതം ഹി ഡസന്റ് നോ. 8 ദിവസമാണുള്ളത് നാടകം സ്റ്റേജിൽ. ഗംഭീരമായിട്ട് ഡൽഹിയിലും പല സ്ഥലത്തും അവതരിപ്പിച്ചാണ്. ഭയങ്കര അപ്രീസിയേഷൻ കിട്ടണം, നിങ്ങൾ വായിച്ചു കാണും.
എങ്ങനെ ഞാൻ അത് പഠിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വി ഹാവ് എ റോൾ മോഡൽ ഇൻ ഹിം. നാടകത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ, സോറി, സിനിമ ഷൂട്ടിങ്ങിന്റെ സമയമാണ്. അദ്ദേഹം ഫ്ലൈറ്റിൽ ധാരാളം സഞ്ചരിക്കേണ്ട ആളാണല്ലോ. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് പുറത്ത് വാഷ്റൂമിലിരുന്ന് വരെ ഇത് ബൈ ഹാർട്ടാക്കിക്കൊണ്ടിരുന്നു. ഒരു തെറ്റും കൂടാതെ ഗംഭീരമായിട്ട് അഭിനയിക്കുകയും ചെയ്തു. എന്നിട്ട് നമ്മളെന്ത് പറയും? എനിക്ക് സമയമില്ലേ? എന്ത് സമയമില്ല? അള്ളാഹുവിന്റെ ഖജനാവിൽ മാത്രമാണ് അനന്തമായ സമയം നമ്മൾ എടുക്കുന്നത്. തരാൻ തയ്യാറാണ്. ഇത് ബഷീറിന്റെ വാക്യാണ്, എൻ്റെ അല്ല. അപ്പൊ നമ്മൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ, പക്ഷെ നമുക്ക് വേണ്ട. നമുക്ക് ഇൻസ്റ്റ കിടന്ന് കളിക്കണമല്ലോ. വെറുതെ സെക്രട്ടേറിയറ്റ് അതിൽ കയറിയിട്ട് അങ്ങ് അവിടുത്തെ ഡെപ്യൂട്ടി രജിസ്ട്രാറും ഡെപ്യൂട്ടി സെക്രട്ടറിയും ഒക്കെ ആയിട്ട് പോകുന്നു. സ്വപ്നം കണ്ടാൽ മതിയല്ലോ. സ്വപ്നം, ഡ്രീം. സ്വപ്നം കാണുകയും ചെയ്യരുത്, യാഥാർത്ഥ്യം കാണണം. കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയാലേ കിട്ടും. സ്വപ്നം കാണുമോ എന്ന് പറഞ്ഞിട്ട് പല ആളുകളും പറഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച് വെറുതെ ഇങ്ങനെ സ്വപ്നം കണ്ടാൽ മതി എന്നാണ്. നോ, യാഥാർത്ഥ്യം കാണണം. ആദ്യം ഒന്ന് പ്ലാൻ. സ്വപ്നം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് പ്ലാനാണ്. അപ്പോ മാത്രമല്ല, ഇപ്പൊ ഈ സെക്രട്ടേറിയറ്റിന്റെ കാര്യം പറയുമ്പോഴാണ് ഈ വാക്ക് വന്നത്. കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ഒരു ഇന്റർവ്യൂ പരിപാടി കഴിഞ്ഞ തവണ വരെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഈ പറയുന്ന ഞാനിപ്പോൾ വെള്ളം കുടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ കേട്ട് സഹിക്കുന്ന നിങ്ങൾ എത്രമാത്രം വെള്ളം ഇതിനിടയ്ക്ക് കുടിച്ചിട്ടുണ്ടാവും ഞാൻ ഇടയ്ക്ക് ഓർക്കണേ. വെള്ളം കുടിച്ചു പോകും. അപ്പോൾ അതിനെ നമുക്ക് ധാർമ്മിക രോഷം കൊള്ളാം. എന്തിനാ ഇന്റർവ്യൂ? കേന്ദ്ര ഗവൺമെന്റിന്റെ CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം, ഇതിനേക്കാൾ എത്ര കൂടുതൽ ശമ്പളം തുടക്കത്തിൽ 85,000 ഒക്കെ കിട്ടുന്നതിന് ഇന്റർവ്യൂ ഇല്ലല്ലോ. അങ്ങനെ ധാർമ്മിക രോഷത്തിന്റെ അസുഖമുള്ള ചില ആളുകളുണ്ട്. തിങ്സ് ആർ ബിയോണ്ട് അവർ കൺട്രോൾ. ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എൻജോയ് ഇറ്റ്. ഇന്റർവ്യൂവിനെ നമ്മൾ ഫേസ് ചെയ്യണം. ഇന്റർവ്യൂ ഫേസ് ചെയ്യുന്നതിന്റെ ടെക്നിക്സ് വേറെയാണ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് ഇടാൻ പറയുന്നത് അതൊരു ടെക്സ്റ്റിന്റെ രീതിയാണ്. നിങ്ങൾ ഇതിന്റെ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും എന്ത് പരിപാടി ഉണ്ടാകുമ്പോഴും സംസാരിക്കുന്നത് കൂടി ശീലിക്കുക. സ്വന്തം പേര് ബോർഡിൽ എഴുതാൻ പറഞ്ഞിട്ട് മറന്നുപോയ ഒരു കുട്ടിയുടെ ലെസൺ അദ്ദേഹം പിൽക്കാലത്ത് വലിയ ആളായിട്ട് എഴുതിയ ഒരു പാഠപുസ്തകം 12th സ്റ്റാൻഡേർഡിന്റെ ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ടായിരുന്നു ഒരു 10 കൊല്ലം മുമ്പ്. ഇപ്പോൾ പിന്നെ അത് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. കാരണം ആദ്യമായിട്ട് കയറി നിൽക്കുമ്പോൾ നമ്മൾ മറന്നുപോകും, ഒരുപാട് കാര്യങ്ങൾ മറക്കും. അപ്പൊ ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാൻ തലേ ദിവസം ഇരുന്ന് വായിച്ചിട്ട് കാര്യമില്ല. ഒന്നിനും അത് കാര്യമില്ല. നമ്മൾ പറഞ്ഞു, നമ്മൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ അർത്ഥം നമ്മൾ മോക്ക് ഇന്റർവ്യൂ ദിവസവും നടത്തണം എന്നല്ല. നമ്മൾ സംസാരിക്കുന്നത് ക്ലാരിറ്റിയിലാണോ? നമുക്കൊരു കാര്യം പെട്ടെന്ന് ചോദിക്കുമ്പോൾ അത് പറയുന്ന ഒരു രീതി ഉണ്ടോ? അത് പറഞ്ഞും ചിരിക്കണം. അത് പ്രസംഗം, ക്വിസ് ഒക്കെ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അവിടെ പോയി നിൽക്കണം. ക്ലാസ്സുകൾ എടുക്കുന്ന ശീലമുള്ളവർ അത് എടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്ക് ഉണ്ട്. നമുക്ക് മാഡം പറഞ്ഞ സമയത്തിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും ഒരു 10 മിനിറ്റോടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇന്റർവ്യൂ ഉണ്ട് എന്നുള്ളത് യാദൃശ്യമായിട്ട് ഓർത്താണ്, അപ്പോഴാണ് ഞാൻ ഇവിടെ ചേർത്തത്. ഇനി പ്രപഞ്ചത്തിന്റെ ഏത് കോണിൽ നിന്നും പഠിക്കുക എന്നുള്ള അത്ഭുതകരമായ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞെങ്കിൽ, +2 കേരള PSCയുടെ LDC, അതുപോലെ OA, അതായത് പ്യൂണെന്ന് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന പരീക്ഷയുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് അത്ഭുതകരമായ ഒരു കാര്യം കാണാം. സ്കൂളിലെ പാഠപുസ്തകത്തിൽ പറഞ്ഞ കാര്യം അതേപടി. അപ്പോ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഏറ്റവും ഓതന്റിക് ആയ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് 1 മുതൽ 12 വരെ എന്ന് പറയുന്നില്ല, ഒരു 5 മുതൽ 10 വരെയുള്ള സോഷ്യൽ സ്റ്റഡീസും. ഇംഗ്ലീഷിലേക്ക് ഇപ്രാവശ്യം ഞാൻ കടക്കുന്നില്ല, അത് വേറെ വലിയൊരു വിഷയമാണ്. എന്നാലും നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ മലയിടിച്ചൽ എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ലാൻഡ്സ്ലൈഡ് വേണം, മണ്ഡലം എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യുവൻസി വേണം. അത് കിട്ടണമെങ്കിൽ
എന്ത് ചെയ്യണം എന്നൊക്കെ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് സംസാരിക്കാം അടുത്ത ഭാഗങ്ങളിൽ. നമ്മൾ ഒരുപാട് ഭാഗങ്ങൾ ഉപയോഗിക്കുന്ന കാരണം നിങ്ങളെ കൈപിടിക്കാനാണ് സിജി. ഓക്കെ, വിവരങ്ങൾ എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്ത് യു കാൺ ക്ലൈംബ്. അത് കയറാൻ എങ്ങനെ എന്ത് വേണം? എവറസ്റ്റ് ആദ്യമായിട്ട് കയറിയ ആളാരാന്നുള്ളത് ഒന്ന് ഇങ്ങോട്ട് ഇടാൻ പറ്റുമോ ആർക്കെങ്കിലും? എവറസ്റ്റ് ആദ്യമായിട്ട് കയറിയ ആള് ഓക്കെ, ഞാനല്ല എന്നാരോട്ടോ അല്ലേ? ഓക്കെ, എന്ത് നിസ്സാരമായ ചോദ്യങ്ങളാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എൻ്റെ തന്നെ സ്വന്തം ട്യൂട്ടോറിയൽ ഉദാഹരണം പറഞ്ഞു. നമ്മൾ ബുജ്ജിയാക്കാൻ നോക്കിയിട്ട് വലിയ കാര്യങ്ങൾ പറയുന്നതല്ല, ചെറിയ കാര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. ബേസ് ഇല്ലാത്ത അത് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലൊക്കെ അത് വരും. ഹിലാരി, ഓക്കെ, ടെൻസിങ് ആൻഡ് ഹിലാരി, ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റൈൽ ഇതിലൊക്കെ വരും. സാഹിർ ഹിലാരി എന്നെഴുതി, അഫ്സർ ബാബു ടെൻസിങ് ആൻഡ് ഹിലാരി എന്നെഴുതി, ഹിലാരി എന്നെഴുതി, എഡ്മണ്ട് ഹിലാരി എന്നെഴുതി, നിഷാന കേവി. ആ ആൻസേഴ്സ് നിങ്ങൾ കണ്ടോ എല്ലാവരും? ഈ എഡ്മണ്ട് ഹിലാരി എന്ന് എഴുതിയ നിഷാന കേവി എഴുതിയ സ്റ്റൈലാണ് ഓതന്റിക് സ്റ്റൈൽ. നാടൻ സ്റ്റൈലിൽ നമുക്ക് വർത്താനം പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് SLC ഉണ്ട്, ഞാൻ LDCക്ക് നോക്കുകയാണ്, ഞാനൊരു ഗ്രാജുവേറ്റ് ആണ്, കളക്ടറുടെ യോഗ്യത ആണ്, എനിക്ക് എലിജിബിലിറ്റി ഉണ്ട്, ഞാൻ അതിനനുസരിച്ച് ഓരോ വാക്കും പറയും, ഓരോ സ്പെല്ലിങ്ങും ഓരോ വേർഡും. അപ്പോൾ അറിഞ്ഞാൽ പോരാ, അറിഞ്ഞത് പ്രകടിപ്പിക്കാൻ പറ്റണം. അത് ഇന്റർവ്യൂവിന്റെ സമയത്തും ബാധകമാണ്. എഴുതുമ്പോൾ എഡ്മണ്ട് ഹിലാരിയാണെന്നുള്ളത് നല്ലത്. ഇനി അഫ്സർ ബാബു ടെൻസിങ് ആൻഡ് ഹിലാരി അന്ന് അവർ രഹസ്യമാക്കി വെച്ചു. ഏതെങ്കിലും ഒരു മനുഷ്യനാണല്ലോ ആദ്യത്തെ കാലം അങ്ങോട്ട് എടുത്തു വെച്ചത്. അതാരാണെന്ന് അവർ ജീവിതകാലം മുഴുവൻ രഹസ്യമാക്കി വെച്ചു. അവസാന കാലത്താണ് എഡ്മണ്ട് ഹിലാരിയാണ് ആദ്യം കയറിയതെന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടെ ശാസ്ത്രീയമായി. ഓക്കെ, ടെൻസിങ് എത്രാമത്തെ തവണയാണ്? 6ാമത്തെ തവണയാണ്. അതോ 7ാമത്തെയോ? ആർക്കാ ഓർമ്മയുള്ള 6 7 എന്നുള്ളത്? 7ആണെന്ന് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പറഞ്ഞു വന്നപ്പോൾ 6 കഴിഞ്ഞിട്ട് അദ്ദേഹം തണുപ്പിൽ പനി പിടിച്ച് തൊട്ടടുത്തെത്തുന്ന സമയത്ത് ആർക്കെങ്കിലും ഓർമ്മയുണ്ട് എത്രാമത്തെ അറ്റംപ്റ്റ് ആണെന്ന്? അദ്ദേഹം അസുഖബാധിതനായി പനി പിടിച്ച് തൊട്ടടുത്തെത്തി. ഏതാനും മീറ്ററുകൾ മാത്രമേ ഉള്ളൂ എവറസ്റ്റ് തൊടാൻ. പക്ഷെ നിർഭാഗ്യവശാൽ പോരേണ്ടി വന്നു. പനിച്ചു കിടന്ന് അവശനായി കിടക്കുന്ന സമയത്താണ്, അല്പം മാറിയ സമയത്താണ് രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം എവറസ്റ്റ് കയറാൻ പോകും. ഡാർജിലിംഗിലെ കുന്നുകളിൽ കയറാൻ പോകും. പ്രാക്ടീസ്. എങ്ങനെയാ പോവാ? വെറുതെ നടന്നു കയറിയാൽ മതിയോ? 50 കിലോ ഭാരം ചുമലിൽ ചുമന്ന് ശീലം വേണ്ടേ? ചാക്കിൽ പാറക്കല്ലുകൾ കെട്ടി ബാക്കിൽ വെച്ചിട്ട്. ഭാര്യ പറഞ്ഞു, ഹേ മനുഷ്യ, നിങ്ങൾ ചത്തു. ഓക്കെ, ഐ മേ ഡൈ ബട്ട് ഐ ഹാവ് എൻ എയിം. കാരണം എവറസ്റ്റ് കയറുക എന്നുള്ളത് എൻ്റെ എയിമാണ്, വെറുതെ സ്വപ്നമല്ല. സ്വപ്നമാണെങ്കിൽ അവിടെ മൂടിപ്പൊതച്ച് കിടന്നുറങ്ങിയിട്ട് ഞാൻ എവറസ്റ്റിന്റെ മുകളിൽ നിൽക്കുന്നതും ഫോട്ടോ പേപ്പറിൽ വരുന്നതും സ്വപ്നം കാണും. അല്ല, ഹി ഹാസ് ദ എയിം. അപ്പോൾ ഉറങ്ങിക്കിടന്ന് സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ കയറിപ്പോയത്. അപ്പോൾ പ്രാക്ടീസ്. അപ്പോൾ 10ാം ക്ലാസ്സിലെയും 5ലെയും 6ലെയും 7ലെയും പുസ്തകങ്ങളിലുള്ള സാധനം കംപ്ലീറ്റ് എടുക്കാൻ പണ്ട് കാലത്ത് ഞാൻ ഈ പാരൻസിന് അതുപോലെ സ്കൂളുകളിലെ എക്സാം ഗൈഡൻസ് ഒക്കെ ക്ലാസ് എടുക്കാൻ പോകും. അന്നും പോകും. അപ്പോൾ പഴയ കാലത്തൊക്കെ പോകുമ്പോഴേ, കാരണം നമ്മൾ അവിടെ എന്താണ് പഠിപ്പിക്കുന്നത്, ആ കുട്ടി എങ്ങനെ അതിനെ മനസ്സിലാക്കുന്നു, അത് പാരൻസ് വല്ലതും നോക്കിയിട്ടുണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞ ഇന്ററാക്ഷനിൽ ഈ പോകുന്ന പോലെ പോകുമ്പോൾ അങ്ങനെ പറ്റണമെങ്കിൽ പുസ്തകങ്ങൾ വായിക്കണം. അതൊരു ഹാബിറ്റാണ്. അപ്പം അന്നൊരു പുസ്തകം കിട്ടണമെങ്കിൽ ഏതെങ്കിലും കുട്ടി, അയൽവക്കത്തെ കുട്ടിയോട് വരെ കടം വാങ്ങേണ്ടി വരും 8ാം ക്ലാസ്സിലൊരു പുസ്തകം. അല്ലെങ്കിൽ സ്കൂളിൽ എണ്ണിച്ചുട്ട അപ്പം പോലെ വരും. ടീച്ചേഴ്സിൻ്റെ അടുത്ത് സ്പെയർ ഉണ്ടാവില്ല. അപൂർവം സമയത്തുണ്ടെങ്കിൽ അത് ഏതെങ്കിലും പരിചയമുള്ള ടീച്ചേഴ്സിനോടൊക്കെ സംഘടിപ്പിക്കുക. എൻ്റെ അനിയനും ബ്രദറും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളോട്. പക്ഷേ ഇപ്പോൾ anyone has the access to any book.
കാരണം ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമഗ്ര പോർട്ടലിൽ ഏത് ടെക്സ്റ്റ് ബുക്കും, നമ്മൾ ഈ വാട്സാപ്പിൽ പൊട്ടക്കഥകളൊക്കെ വായിക്കുന്നത്, വാട്സാപ്പിൽ പൊട്ടക്കഥ മാത്രമല്ല നല്ല കഥയും വന്നേക്കാം, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമില്ലാത്ത സമയത്തുള്ള സംഗതികളായതുകൊണ്ടാണ് ഈ പൊട്ടക്കഥ എന്ന് പറയുന്നത്. നമുക്കതിന് സമയമില്ല, സമയം കിട്ടുന്ന കാലത്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ വായിക്കുന്നതിന് പകരം എത്ര രസകരമായ കാര്യങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും സോഷ്യൽ സ്റ്റഡീസിലും ഒക്കെ പാഠപുസ്തകങ്ങളിലുണ്ട്. മക്കൾ പഠിക്കുന്ന പുസ്തകങ്ങൾ പോലും മറച്ചു നോക്കാത്ത, അത് വേറെ വിഷയമാണ്, ഞാൻ വിടാം. ഏതായാലും നിങ്ങൾ ഈ സമഗ്ര പോർട്ടലിൽ കയറിയാൽ ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാം, എല്ലാ ബുക്കും ഡൗൺലോഡ് ചെയ്യാം. ബുക്കിൻ്റെ അതേ സാധനം PDF. അത് പഠിക്കണം, പഠിച്ചേ പറ്റൂ. ഇംഗ്ലീഷിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ പഠന സാമഗ്രികൾ, പിന്നെ കമ്പൈൻ സ്റ്റഡി പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഇപ്പോൾ 10 മണിയായി. അപ്പോൾ നമുക്ക് മറ്റ് വിഷയങ്ങൾ, ചോദ്യങ്ങൾ, കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവാം. ഇതിനെക്കുറിച്ച് ചോദ്യോത്തരങ്ങളല്ല, ചർച്ചകളാണ്, ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പങ്കുവെക്കുന്നതും കാര്യങ്ങളൊക്കെയാണ്. ബാക്കി നമ്മളൊരു 10% പോലും ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഇതിന് വേണ്ടത്ര പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല എന്ന് എനിക്കറിയാം. അതിന് പല കാരണങ്ങളുണ്ട്. എന്തായാലും അതുകൊണ്ട് നമ്മളെ പല ആളുകളും അറിഞ്ഞിട്ടില്ല. പക്ഷെ സാധാരണ ആൾ കയറി കഴിഞ്ഞാൽ ആളുകൾ പിന്നീട് എണ്ണം കുറയും. ഇത് ഒരു സെക്കൻഡിൽ കൂടി വരിക എന്നല്ലാതെ കുറഞ്ഞിട്ടേ ഇല്ല. കാരണം ആളുകൾക്ക് ആവശ്യമുള്ള സാധനമാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അതിൻ്റെ വേണ്ടുന്നവരെ വന്നിട്ടുള്ളൂ. അപ്പോൾ അതൊരു വലിയ വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ നമുക്കൊരു ചർച്ചയ്ക്കൊക്കെ ഉള്ള സമയമാണ്. നിങ്ങൾക്ക് മൈക്ക് ഓപ്പൺ ചെയ്ത് ഒരാൾ കഴിഞ്ഞും അടുത്ത ആളൊക്കെ സംസാരിക്കുന്നതാണ് നല്ലത്. കാരണം യു വിൽ ഹാവ് ടു ഫേസ് ഇന്റർവ്യൂ ഓൾസോ, സെക്രട്ടറി ടെസ്റ്റ് വരുമ്പോൾ. പക്ഷേ ആദ്യം ആരെങ്കിലും ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പല ആൾക്ക് എന്ത് ചോദിക്കാവുന്നൊരു വേദിയാണ് ഇത്. അതിന് ഞാൻ മാത്രമല്ല മറ്റു പലരും ഉണ്ടാവാറുണ്ട്. എന്നാരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ, ഐ സർ, അഫ്സർ, താങ്ക് യു, ഇറ്റ് ഈസ് നൈസ് ടു ലിസൺ യു, ഐ എം വെരി ഹാപ്പി. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഷെയർ ചെയ്യാനുള്ളതൊക്കെ ചാറ്റ് ചെയ്യാം. കൂടാതെ നേരത്തെ ഇട്ട പോസ്റ്റ് വല്ലതും മാഡം ബാക്കിയുണ്ടോ? സാറേ, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓ, ഓക്കെ. റിഫാൻ മുഹമ്മദ് ആണ് ചോദിച്ചത്. ഓ, പിന്നെ ഞാനിപ്പോൾ പഠിക്കുന്നത് പോളിടെക്നിക് ആണ്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് PSC സാധ്യതകൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം? വെരി ഗുഡ്. ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്ത അത്രയും ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, പരീക്ഷകളാണ്. ഓക്കെ. അപ്പോൾ അതിനിടയ്ക്ക് അഫ്സർ പറഞ്ഞു, മിൻഹ, താങ്ക് യു സർ. ഷർബിന ഫസ്റ്റ് ടൈമാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. അപ്പോൾ ഈ രണ്ട് തരത്തിൽ, മെയിനായിട്ട് 2 തരത്തിൽ പരീക്ഷകളുണ്ട് PSCക്ക് വേണ്ടിയിട്ട്. ഈ PSC എന്നുള്ള വല്ലാത്തൊരു വാക്കാണ് കേട്ടോ. എൻ്റെ അടുത്ത് മറ്റൊരു പ്രസൻറ്റേഷൻ ഉണ്ട് ഇന്ന്, അത് കൂടെ കയറില്ല എന്നുള്ളതുകൊണ്ട് ഞാനവിടെ മാറ്റി വെച്ചാണ്. ഈ PSC എന്നുള്ള വാക്ക് നമ്മളിപ്പോൾ, എൻ്റെ പ്രായക്കാരൊക്കെ പഴയ കാലത്ത് ഈ പേസ്റ്റ് എന്നുള്ളൊരു വാക്കില്ല, കോൾഗേറ്റ്, നീ ഏത് കോൾഗേറ്റാണ് ഉപയോഗിക്കുന്നതോ, ഇപ്പോഴും ഏതാണ് എൻ്റെ വീട്ടിലെ ഫ്രിഡ്ജ് എന്നാണ് ചോദിക്കുക. അതിപ്പോഴും മാറിയിട്ടില്ല. ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പേരാണ്. പല ഫ്രിഡ്ജ് ഉണ്ട്, ഓരോ ബ്രാൻഡ്. എന്നാലും നമ്മൾ അങ്ങനെയാണ്. അതുപോലെയാണ് ഈ PSC എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞാലും ശരി, നമ്മുടെ ചിന്തയിൽ നിന്ന് ഈ PSC മാത്രം എന്നുള്ളത് ഒഴിവാക്കിയിട്ട് PSC കൂടാതെ അനേകം ഏജൻസികളുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, റെയിൽവേ, ബാങ്ക്സിന് തന്നെ പലതരം. എന്തിന്? ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഡിഗ്രി ലെവലിലുള്ള നല്ല പോസ്റ്റാണ്. അത് അവർ തന്നെയാണ് നോട്ടിഫിക്കേഷൻ. ലോക്സഭാ സെക്രട്ടേറിയറ്റിലേക്ക്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ടെക്നിക്കൽ ജോലികൾക്ക് ഏറ്റവും കൂടുതൽ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് പിന്നെ റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങളാണ്. കേരളത്തിലുണ്ട്, PSCയിലുണ്ട്. PSCയിൽ ഇത്തരം ജോലികൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ വേണം,
മെഡിക്കൽ കോളേജിൽ വേണം. മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക്കൽ ഡിവിഷൻ ഇല്ലേ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം മെയിൻ ഗേറ്റ്, ഇപ്പൊ പൊളിച്ചു പോയ പഴയ മെയിൻ ഗേറ്റിന്റെ അതിലൂടെ ഇപ്പോഴും എൻട്രി അതിൽ തന്നെയാണ്, ഗേറ്റില്ല. കടന്നു വന്നു കഴിഞ്ഞാൽ വലതുഭാഗത്ത് ആദ്യം കാണുന്നത് എന്താണ്? സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ഇൻസ്ട്രുമെന്റേഷൻ. അപ്പോൾ എഞ്ചിനീയറിംഗിന്റെ പല ബ്രാഞ്ചുകൾ പഠിച്ചവർക്ക് എല്ലാ മേഖലയിലും ജോലിയുണ്ട്. കൂട്ടത്തിൽ ഒരു ചെറിയ ശതമാനം PSCയിലുണ്ടെന്നേ വിചാരിക്കാവൂ. അവര് ടെക്നിക്കൽ സബ്ജക്ട്സ് 100% തറവാക്കണം, ഇംഗ്ലീഷ് തറവാക്കണം. പൊതുവെ മത്സര പരീക്ഷകളെ നേരിടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. പ്രാക്ടിക്കൽ വരുന്ന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെയിൽവേയിലൊക്കെ ചെറുപ്പത്തിലെ കയറിയാൽ ഓക്കെ. ഫസ്റ്റ് ടൈം ആണോ? ഓക്കെ. +2 ബേസ് എക്സാം ഉണ്ടോ? ഉണ്ടല്ലോ. +2 ബേസിലാണ്, ഞാൻ ഇന്ന് എടുത്തിട്ടില്ല, CHSLE കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം എന്ന് പറയുന്ന ഈ ഇപ്പോൾ ഇൻകം ടാക്സ് ഓഫീസ്, പാസ്പോർട്ട് ഓഫീസ്, സെൻട്രൽ ഗവൺമെന്റ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഓഫീസ്, പോസ്റ്റ് ഓഫീസുകൾ, ഇതിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 10,000-40,000 രൂപ വരുന്ന, കാരണം അവിടെ ടൈമിന് ഇലക്ഷൻ അല്ല, ടൈമിന് സെലക്ഷൻ നടക്കും. ഈ PSC മാതിരി നമുക്ക് ഡിലേ ഉണ്ടാവില്ല. PSC ഡിലേ എന്ന് പറയുമ്പോൾ ഭരണം അങ്ങനെ തെറ്റിദ്ധരിക്കില്ലേ? അത് ഏത് പാർട്ടി ആയാലും എങ്ങനെയായാലും കേന്ദ്ര ഗവൺമെന്റ് പെട്ടെന്ന് നടക്കും എന്ന് പറഞ്ഞിട്ട് അതോ അതിന്റെ ഭരണത്തിന്റെ എന്നില്ല. പണ്ട് അത് അങ്ങനെയാണ്, ട്രഡീഷണലി അങ്ങനെയാണ്. ഓരോ വർഷവും കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം കേൾക്കുമ്പോൾ അതിവേഗം കുറിച്ച് വരുന്ന രീതി വൈകിക്കേറിയവരെ ഉദ്ദേശിച്ച് മാത്രം പറയാണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ കുറിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പോയിന്റുകൾ, നിങ്ങൾക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ നോട്ട്ബുക്കിൽ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്താ പറഞ്ഞു വന്നത്? PSCയുടെ ആയിരുന്നോ? SSC. ഇങ്ങനെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ CHSLE അതൊരു പരീക്ഷയാണ്, കൃത്യമായിട്ട് വിളിക്കും. CGLE ഡിഗ്രി ബേസിലാണ്, കൃത്യമായിട്ട് വിളിക്കും. 10ാം ക്ലാസ് ബേസിൽ കോൺസ്റ്റബിൾ GD ജനറൽ ഡ്യൂട്ടി വളരെ പെട്ടെന്ന് കയറാൻ പറ്റും. +2 കേരളത്തിലെ പോലീസിന്, +2 റെയിൽവേയിലെ പോലീസിന്. അപ്പോൾ +2 ബേസിലും ധാരാളം എക്സാംസ് ഉണ്ട്. SLC ബേസിലുണ്ട്. 8ാം ക്ലാസ്സിൻ്റെ ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യും. ഈയിടെ ഒരു പത്രത്തിൽ ഒരു മനോഹരമായ ഒരു ഫോട്ടോ വന്നിരുന്നു. കൊല്ലം ജില്ലയിലാണെന്ന് എൻ്റെ ഓർമ്മ, എൻ്റെ കയ്യിലാവുന്നുണ്ട്, ഞാനിപ്പോൾ ഇങ്ങോട്ട് എടുത്തിടാൻ തിരഞ്ഞെടുക്കുന്നില്ല. ആ ഓഫീസിൽ, ബ്ലോക്ക് ഓഫീസിൽ ഉള്ള ആളുകൾ അഗ്രികൾച്ചറുകാർ, എഞ്ചിനീയറിങ് ഇഷ്ടം പോലെ, പിന്നെ വളരെ വളരെ ഹൈ ലെവലിലുള്ള ഒരുപാട് ജോലിയുടെ ആളുകൾ LDC ആയിട്ടാണ് കയറിയത്. അവർ മറ്റ് പലതിലേക്കും പോവാതിരിക്കാം, ചില പ്രൊമോഷനായിട്ട് പോവാം. അപ്പോൾ എല്ലാ ജോലികൾക്കും എല്ലാവരും അപ്ലൈ ചെയ്യുന്നു. ടെക്നിക്കൽ ജോലികൾക്ക് ടെക്നിക്കൽ സൈഡിലുള്ള സാധനങ്ങൾ മാത്രം പ്രിപ്പറേഷൻ കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവനവൻ്റെ സബ്ജക്റ്റ് 100% തറവാക്കുക. പിന്നെ SLC ഓൾസോ, അതെ, അഷിമാക്കൊക്കെ. അല്ല, സൺഡേയും ക്ലാസ് ഉണ്ടാവുമോ? ഏതിൻ്റെയാണ് ക്ലാസ് ഉണ്ടാവുമെന്ന് ചോദിച്ചതെന്ന് എനിക്ക് ഷർബിന മനസ്സിലായില്ല. ഇവിടെ ഈ പരിപാടി ആണ് ഉദ്ദേശിച്ചെങ്കിൽ ഈ പരിപാടി സൺഡേ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കരിയർ ഗൈഡൻസിന്റെ സംശയങ്ങൾ ചോദിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എല്ലാ ദിവസവും ഉണ്ട്, സൺഡേ ഇല്ല. സംശയങ്ങൾ കരിയർ ഗൈഡൻസിന്റെ എപ്പോഴും ചോദിക്കാം. സിജിയിൽ വന്നിട്ടുള്ളത് എന്താണ് ചോദ്യം എന്ന് വ്യക്തമാക്കിയാൽ പറയാം. ഇനി ഏതെങ്കിലും അതിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ടോ മാഡം? സർ, എനി ക്വസ്റ്റ്യൻസ് ഇല്ല. ഓക്കെ. അപ്പോൾ അതിൽ ഫോമൽ ക്വസ്റ്റ്യൻ ഇടുന്ന നമ്മുടെ പതിവ് ചോദ്യക്കാരല്ല ഇവിടെ. അത് കരിയറിന്റെ ചോദ്യങ്ങൾ ഇങ്ങനെ ഇടുന്നാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ടുള്ള ഒരു ചർച്ച പോലെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഓരോ ചിന്തകൾ എത്ര നിസ്സാരമെന്ന് മറ്റുള്ളവർ പറഞ്ഞോട്ടെ. മറ്റുള്ളവർ നിസ്സാരമെന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഒട്ടും നിസ്സാരമല്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ ചെറിയ കാര്യങ്ങൾ, ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് PSC പരീക്ഷ അനവധി എഴുതിയ നിങ്ങൾക്ക് ഓർമ്മ വന്നില്ലല്ലോ. ജോ ബൈഡനാണ് ഇന്ന് അധികാരത്തിലുള്ള ആളെന്ന് ഓർമ്മ വന്നില്ലല്ലോ. അപ്പൊ നമ്മുടെ സ്റ്റൈൽ മാറ്റാനാണ്. അപ്പൊ ആ സ്റ്റൈൽ കൊണ്ടുണ്ടായ അനേകം സംശയങ്ങൾ ഉണ്ടാവും. എൻ്റെ ഇതിൽ സ്ക്രീൻ സെറ്റ് ചെയ്യുന്നത് ഞാൻ മുമ്പ് ഇഷ്ടംപോലെ സെറ്റ് ചെയ്ത് ഇപ്പോൾ കാണാതിട്ട് ഇപ്പം ഞാൻ നെസ്ലയോട് ചോദിച്ചുള്ളൂ. അപ്പോൾ അവരുടെ കയ്യിലും മൊബൈൽ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വളരെ നിസ്സാര ഡൗട്ടാണ്. പക്ഷെ വളരെ നിസ്സാര ഡൗട്ട് ഓപ്പണായി ചോദിക്കാൻ ഞാൻ ഒരു മടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ആരും അറിയാതെ സ്വകാര്യം ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ആ ഫോൺ എടുത്ത് ചോദിക്കാമല്ലോ. അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ അറിവ് പ്രകടിപ്പിക്കുക, അറിവില്ലായ്മ പ്രകടിപ്പിക്കുമ്പോഴാണ് നമുക്ക് അറിവ് വർദ്ധിപ്പിക്കാം.
ഞാനൊരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു. ഓക്കെ, ഇനി ഇട്ട ക്വസ്റ്റ്യൻ അതിലുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ അപ്ഡേറ്റ് ചെയ്തപ്പോ 2 ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ചോദിക്കും. ഓക്കെ, അത് അജാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ചോദിച്ചത്. ഓ, ഇക്കാലത്ത് റാങ്ക് ഫയലിന്റെ പ്രസക്തി എത്രത്തോളമുണ്ട്? PSC പരീക്ഷയിൽ ഭാവിയിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും? എക്സാമ്പിൾ, ഒരാൾ മരിച്ചു, അയാളെ പറ്റിയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. അപ്പോ റാങ്ക് ഫയലിന്റെ പ്രസക്തി ഞാൻ സാന്ദർഭികമായിട്ട് ഒരു ചെറിയ മെൻഷനിങ് നേരത്തെ അവിടെ നടന്നിരുന്നു. കറണ്ട് അഫയേഴ്സിന്റെ കാര്യത്തിൽ ലോകത്ത് ഇങ്ങനെ ചെതറിക്കിടക്കുന്നു, ഇന്റർനെറ്റ് സോഴ്സ് ഉപയോഗിക്കുന്നു. റാങ്ക് ഫയൽ നിങ്ങൾ യൂസ് ചെയ്തത് കൊണ്ട് ഒരു 1/2 മാർക്ക് വന്നാലും 1000 പേരുടെ മുന്നിൽ കിടക്കുന്നൊക്കെ പറഞ്ഞല്ലോ. സ്റ്റാറ്റിക് ആയിട്ടുള്ള GA ചൗര സംഭവമായാലും, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ കാര്യമായാലും, പഞ്ചവത്സര പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് അതിലും പ്രധാനമാണെന്നൊക്കെ പറഞ്ഞു. അത് കിട്ടാനുള്ള ലിങ്ക് കാണിച്ചു തന്നു സമഗ്ര പോർട്ടൽ. എന്നാലും ചില കാര്യങ്ങൾക്ക് വേണ്ടി അതും വാങ്ങി വെച്ചോളൂ. എത്രയോ പണം കൊടുത്ത ഒരു സാധനം എക്സ്ട്രാ വാങ്ങി. പക്ഷേ ഒരു റാങ്ക് ഫയൽ വാങ്ങി പഠിച്ചാൽ അതുകൊണ്ട് ജോലി കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കുന്ന കാലം കഴിഞ്ഞു. ചോദ്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിച്ച് ശാസ്ത്രീയമായിട്ടാണ് ചോദിക്കുക. ആ സ്റ്റൈലിലുള്ള പുതിയത് വാങ്ങാൻ പറ്റുക, അങ്ങനെ വാങ്ങുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ നേരത്തെ കാണിച്ചു തന്നു എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് PSCയുടെ സൈറ്റിൽ നിന്ന്. അങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ കാണുക. എന്നിട്ട് അതിനൊക്കെയുള്ള ഉത്തരങ്ങൾ തരാനും വേണ്ടി ഒരു ഓടിച്ചു പോക്കൽ. അതിന് ഇയർ ബുക്ക്, പണ്ട് ഇയർ ബുക്ക് മാത്രമായിരുന്നു, ഇയർ ബുക്കുകളും വാങ്ങാം. മനോരമ, മാതൃഭൂമി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇയർ ബുക്ക് ഉണ്ട്. പിന്നെ പരീക്ഷ അടുക്കുമ്പോൾ ഇറക്കുന്ന പല റാങ്ക് ഫയലിലും ബിസിനസ് സീക്രട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. പഴയത് തന്നെ പ്രിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടാവും. അതിന് കവർ മാത്രം മാറ്റുന്ന ഒരു പരിപാടി പല ഏജൻസികൾക്കുണ്ട്, ചില പ്രസിദ്ധീകരണക്കാർക്കൊക്കെ. അപ്പൊ അതിലെ ഡാറ്റ പഴയതാണോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളണം. ഓതന്റിസിറ്റി ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അന്നേരം ഓതന്റിക് ആയിട്ട് ഉള്ള, ഞാൻ നേരത്തെ ഒളിമ്പിക്സിന്റെ എന്നൊക്കെ പറഞ്ഞല്ലോ, അതുപോലെ. ഓക്കെ, അഫ്സർ ബാബു ചെയ്യാം, ഞാൻ ഷെയർ ചെയ്യാം. നേരത്തെ ഫസ്റ്റിൽ കാണിച്ചത്. ഓക്കെ, എത്ര പഠിച്ചാലും 65 എബോവ് കിട്ടുന്നില്ല പ്രിലിംസില്. ഷിംന, അപ്പോൾ നമ്മൾ എത്ര പഠിച്ചിട്ടും എന്ന് പറഞ്ഞാൽ 100-ൽ 65 വന്നുള്ളൂ. അപ്പൊ ബാക്കി കൂടെ ഇനിയും ബാക്കിയുണ്ട്. ശരിയാണ്, കോമ്പറ്റീഷൻ വളരെ ടൈറ്റാണ്. ഇന്നലെ ഒരു കാൻഡിഡേറ്റ് സാന്ദർഭികമായിട്ട് ഞാൻ പരിചയപ്പെട്ട ഒരു കുട്ടി പണ്ട് 35 കിട്ടിയ സമയത്ത് പോയത്, ഇപ്പൊ 65,000 കിട്ടില്ല എന്നൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിക്കാനിടയായിരുന്നു. ശരിയാണ്, നമ്മൾ മറ്റുള്ളവർക്ക് കിട്ടുമെങ്കിൽ നമുക്കും കിട്ടും. അപ്പോൾ എവിടെയാണോ നമ്മൾ വീക്കായിട്ടുള്ളത്, ഇതുപോലെ ടെക്നിക്ക് ഉപയോഗിക്കുന്ന കാര്യത്തിൽ, സമയമില്ല എന്ന് പറയുന്ന കാര്യത്തിൽ, നമ്മൾ മോഹൻലാലിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ സമയം കണ്ടെത്തുന്നതിന് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി പരിശീലിക്കുന്നത്. പിന്നെ കമ്പൈൻഡ് സ്റ്റഡി നമ്മളവിടെ വെച്ച് നിർത്തിയാണ്. വീട്ടിൽ കമ്പൈൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചിട്ടുള്ള വ്യക്തിയെ പോയി കണ്ടിട്ട് അവളുമായിട്ട് ഇരിക്കുന്നത് മാത്രമല്ല കമ്പൈൻഡ് സ്റ്റഡി. വീട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഒരു ചോദ്യം, വീട്ടിൽ ആരാണ്, ഹസ്ബൻഡോ വൈഫോ അനിയനോ ചേട്ടനോ, അവരോട് ചോദിക്കുകയും അവർ തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഈ ചോദ്യം ഉത്തരം നമ്മൾ മറക്കില്ല. വായിച്ച് പോകുമ്പോൾ ചിലപ്പോൾ കോൺസെൻട്രേഷൻ പോകും. അതൊക്കെ പറ്റുന്നുണ്ടാവാം. ടൈം വെച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വീട്ടിൽ നിന്ന് ആൻസർ എഴുതി ശീലിക്കണം, കണക്ക് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഈ 65-ൽ എവിടെയാണ് പോകുന്നത്? ഹ്യൂമാനിറ്റീസുകാർ കണക്കിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. കാരണം കണക്കുമായിട്ടുള്ള ടച്ച് വിട്ടുപോയത് റീഗെയിൻ ചെയ്യാം. എന്നാൽ എൻ്റെ ക്ലാസ്സിലെ ഒരു ഫ്രണ്ട് BA കഴിഞ്ഞ ആള് ബാങ്കിന്റെ മാനേജർ ആയിട്ടാണ് റിട്ടയർ ചെയ്ത് ഓഫീസറായിട്ട് കയറിയിട്ട് റീജിയണൽ മാനേജറായിട്ട്. അപ്പോൾ വേണമെന്ന് വെച്ചാൽ ഒക്കെ പഠിക്കാം. അപ്പോൾ എത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു നമുക്ക് ഭയം, നിഷേധാത്മക ചിന്ത, അത് തീരെ ഒഴിവാക്കുക. പിന്നെന്താ ഒന്നുകൂടെ വന്നെന്ന് പറഞ്ഞേ? സർ, അത് കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഈസ് ഇൻഡിഗോ കാഡറ്റ് പ്രോഗ്രാം ഈസ് എ ഗുഡ് ഓപ്ഷൻ ഫോർ എ കരിയർ ആസ് എ പൈലറ്റ്? ഏത്? ഈസ് ഇൻഡിഗോ കാഡറ്റ് പ്രോഗ്രാം ഈസ് എ ഗുഡ് ഓപ്ഷൻ ഫോർ എ... ഓക്കെ, അത് നിങ്ങളെ ഫിനാൻഷ്യൽ പൊസിഷൻ അനുസരിച്ചാണ്.
1 കോടിയോളം രൂപ, 1 കോടിയിലധികം രൂപ കൊടുത്തിട്ട് ഇൻഡിഗോയുടെ ആ പൈലറ്റ് പഠന സ്കീമിൽ ചേർന്ന് അവരുടെ പൈലറ്റ് ആവാം. അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അങ്ങനെയാണെങ്കിൽ. എന്നാൽ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ സ്കില്ല് നന്നായിട്ടുണ്ട്, NDA കയറാൻ പറ്റുകയാണെങ്കിൽ ഒരു പൈസയും ചെലവാക്കാതെ പൈലറ്റ് ആയില്ലേ, വലിയ ഓഫീസറായില്ലേ, നാളെ വ്യോമസേനയുടെ അധിപനാവാൻ സാധ്യതയുള്ള ആളല്ലേ. അതല്ല ഇഗ്നോ, ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ഉഡാൻ അക്കാദമി, ഒരു 60 ലക്ഷം 65 ലക്ഷം കൊണ്ട് കഴിയില്ലേ അവിടുത്തെ എൻട്രൻസ് എഴുതാൻ പറ്റണം. അപ്പൊ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്. നല്ലതാണ് നിങ്ങൾക്ക്, ഇഫ് യു ക്യാൻ ഫിനാൻഷ്യലി അഫോർഡ്. 1 കോടി രൂപ എന്ന് പറയുന്നത് ഞാൻ ബോധം കെട്ട് വീണു, പക്ഷെ നിങ്ങൾ ബോധം കെട്ട് വീഴാത്ത ആളാണെങ്കിൽ ഓക്കെ. വേറെന്താ ചോദ്യം ഉണ്ടോ അതില്? സർ അതിലില്ല, ഇതിലൊരു ഡയറക്റ്റ് മെസ്സേജ് ആ, വന്നിട്ടുണ്ട് ഓക്കെ. ബോക്സിൽ. ആ, ആ, സർ ഫോക്കസ് കിട്ടുന്നില്ല, സോഷ്യൽ മീഡിയ യൂസ് കുറവാണ്, ബട്ട് സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട്. ആ, അത് ഒന്ന് നമുക്ക് ബെനിഫിറ്റ് തിങ്കിങ്. മനുഷ്യന് മടുപ്പില്ലാത്തതുകൊണ്ടാണോ മറ്റാളുകൾ പഠിക്കുന്നതെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ബെനിഫിറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് ഇത് പഠിച്ചാൽ ഇപ്പോൾ എനിക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് പകരം, വെറുതെ വിഷ്ഫുൾ തിങ്കിങ്ങിലൊക്കെ ഇരിക്കുന്നതിന് പകരം ഇപ്പം ഞാൻ ശ്രമിച്ചാൽ, പിന്നെ നിങ്ങൾ അധികവും ബോറടിക്കുന്നതും ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കുന്നതും ഇതുപോലെ ചില പർട്ടിക്കുലർ ബുക്കുകൾ, ഗൈഡുകൾ മാത്രം വായിക്കുന്ന ആളുകൾക്കാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഉത്തരങ്ങൾ നോക്കാതെ, ആ ഉത്തരങ്ങൾ തിരയാൻ വേണ്ടി നമ്മൾ പല സോഴ്സും ഇന്റർനെറ്റും തിരയുമ്പോൾ ബോറടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. എന്നിട്ട് അത് കുറിച്ച് വെക്കുന്ന ശീലം ഉണ്ടാകുമ്പോൾ തീരെ ബോറടി ഉണ്ടാവില്ല. പിന്നെ അതൊന്ന് റിവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധ കൂടും. പിന്നെ വീട്ടിലാളില്ലെങ്കിൽ ഫോണിലായാലും കുറച്ച് പഠിച്ച കാര്യം അങ്ങോട്ട് വായിച്ച് കേൾപ്പിക്കുന്നു. പിന്നെ ലോകത്തിൽ എന്ത് പഠിക്കുന്നവരും ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ വായിച്ചാൽ, ജസ്റ്റ് ലുക്ക് അവേ ഫ്രം ദ സ്ക്രീനല്ല, ബുക്കിൽ നിന്നോ എന്തിലാണെങ്കിലും കണ്ണ് മാറ്റുന്നു, അല്ലെ കണ്ണടയ്ക്കുന്നു. എന്നിട്ട് ഞാൻ ഇപ്പം എന്താ വായിച്ചതെന്ന് ഓർത്ത് നോക്കുന്നു. ലോകത്തിൽ ഒരു മനുഷ്യനും ശ്രദ്ധ, ഏകാഗ്രത എല്ലാ സമയവും നിലനിർത്താൻ സാധ്യമല്ല. നമ്മൾ ഇങ്ങനെ പോകും. രസമുള്ള സിനിമ കാണുന്നതിൻ്റെ ഇടയ്ക്ക് പോലും സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു സീനിലേക്ക് നമ്മളങ്ങ് സ്പേസിനെ പറ്റി പറയുമ്പോൾ നമ്മളങ്ങ് സ്പേസിലെത്തും. എന്നിട്ട് വേണ്ട സീരിയസ് കാര്യം പറയുമ്പോൾ ഇതൊക്കെ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്, നമുക്ക് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. അങ്ങനെ തെറ്റിദ്ധരിക്കുക വേണ്ട, തീർച്ചയായിട്ടും പറ്റും. പക്ഷേ വിഷമിക്കരുത്, എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന്. പിന്നെ എത്ര പഠിച്ചതൊക്കെ മറവി വല്ലാത്തൊരു പ്രോബ്ലമാണ്. മറവില്ലാത്തവരാരാ ഉള്ളത്? ഇപ്പോ ഈ ചോദിച്ച തനൂജ, അനിയനോ അനിയത്തി ആരോ ഉണ്ടോ? അവരുടെ പേരെന്താന്ന് വെച്ചാൽ തൽക്ഷണം നമ്മൾ പറയുന്നു. അതേസമയം വല്ലപ്പോഴും മാത്രം ഒരു ഡിസ്റ്റന്റ് കസിന്റെ കുട്ടി, അതിന്റെ പേര് നമ്മൾ ഓർമ്മയിലില്ല, കാരണം റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ മറവിയുടെ കാരണം റെപ്പറ്റീഷൻ ഇല്ലാത്തതാണ്, ആവർത്തനമാണ്. ആവർത്തനം പ്രധാനമാണ്. ഒന്ന് പഠിച്ചു, ചില ആളുകളുടെ പഠിച്ച പുസ്തകത്തിൽ മുഴുവൻ പച്ച മഞ്ഞ നീല വരകൾ കുറികൾ കാണാം. അവൻ അതിലൂടെ കണ്ണോടിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. നിങ്ങൾക്ക് ഒരു തിയറി ഞാൻ പറയണം എന്ന് പിന്നീടേക്ക് മാറ്റി വെച്ച് കൂടെ ഇപ്പൊ പറയാം. എബിൻ ഗോസ് തിയറി എന്ന് പറഞ്ഞ തിയറി ഉണ്ട്, ABBIN, എബിൻ ഗോസ് അപ്പോസ്ട്രോഫിയസ്. നമ്മൾ എന്ത് കാര്യം കേട്ടാലും, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും അസലായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം, ഞാൻ വളരെ ഹാപ്പിയാണ്. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ ശാസ്ത്രം പറയുന്ന 5% ബാക്കി ഉണ്ടാവും. കുറിച്ച് വെച്ച് അതിലൂടെ ഒരു കണ്ണോടിക്കുമ്പോൾ 100%ത്തിലേക്ക് മാറും. അതാണ് ഈ കുറിപ്പെടുക്കുന്നത്. അപ്പൊ പറയുമ്പോൾ കുറിപ്പെടുക്കുമ്പോൾ ശ്രദ്ധ കൂടുകയും ചെയ്യും. ശ്രദ്ധ കൂടുന്ന മാത്രമല്ല, റിട്ടൻഷൻ ഓഫ് മെമ്മറി കൂടും വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ടച്ച് ഉള്ളതിനേക്കാൾ കൂടുതൽ ടച്ച് ഇല്ലാത്ത വിഷയമാണ് സാർ എനിക്ക് PSCയിലുള്ളത്, എന്ത് ചെയ്യും? ഇതൊന്നും നമ്മുടെ മാത്രം പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ, ഹ്യൂമാനിറ്റീസ് ആണ് പഠിച്ചത്. ആകെ ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കുള്ള ഒരു ഗുണം, ജനറൽ നോളജ്, സ്റ്റാറ്റിക് നോളജൊക്കെ കൂടുതലുണ്ട്. ഓക്കെ, ഹിസ്റ്ററിയും പൊളിറ്റിക്സും സോഷ്യോളജിയും ഭരണഘടനയും ഒക്കെ വീണ്ടും എടുത്ത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. അത് ഗുണമാണ്. ഇംഗ്ലീഷ് മിക്കവാറും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കാം. ആകെ നമ്മൾ വീക്കായുള്ളത് മാത്സിലാണ്. 10ാം ക്ലാസ് ലെവലാണ് മാത്സ്. നമുക്ക് ചെയ്യാം, ചെയ്ത് പഠിക്കണം മാത്സ്. ഓക്കെ, ഷർബിന ഫാത്തിമ കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. അജ് എയുടെ
ഓക്കെ, അതിനുള്ള റെസ്പോൺസ് ആണോ അല്ലാതെ പറഞ്ഞതാണോന്ന് അറിയില്ല. എന്തായാലും താങ്ക് യു. ഇത്രയും ഇന്ററാക്ഷൻ വന്നിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ അടുത്തൊന്നും കണ്ടിട്ടേ ഇല്ല. നമ്മൾ സ്ഥിരം സാക്ഷിയാവുന്നതുകൊണ്ട് അതുകൊണ്ട് ഇതൊരു വിജയമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഓവർലോഡിലേക്ക് നമ്മൾ പോകാതിരിക്കുകയാണ് നല്ലത്. അപ്പൊ ഇപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എല്ലാ വീട്ടിലും ഞായറാഴ്ച പ്രമാണിച്ച് മണ്ഡലകാരൊന്നും പോയി വാങ്ങണ്ട, അല്ലാത്തവർക്ക് ഒക്കെ ഇറച്ചിയൊക്കെ ഉള്ള കളിയായിരിക്കും. അതിന്റെ മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ കാരണം ഓക്കെ, വിഷ്ഫുൾ തിങ്കിങ്ങിന് ബെനിഫിറ്റ് തിങ്കിങ്. വിഷ്ഫുൾ തിങ്കിങ് എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ നമ്മളവിടെ ഇരിക്കും, നമ്മളവിടെ എത്തുന്നതായിട്ടും, മോഹൻലാലിനെ പറ്റി പറഞ്ഞപ്പോൾ അതുപോലെ സിനിമാ താരമാവാൻ ചെറിയ രീതിയിലുള്ള ഒരു അങ്ങനെയുള്ള പോസ്റ്റിൽ എത്തുന്നതായിട്ടൊക്കെ ഉള്ള വെറുതെയുള്ള ഡേ ഡ്രീംസ് ആണ്. ബെനിഫിറ്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ എനിക്ക് ഈ പരീക്ഷ പഠിച്ച് ഇപ്പം ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട്, അപ്പോൾ സെക്രട്ടേറിയറ്റ് കയറുന്നു. എന്ത് നല്ല പവറാണ്, എത്ര വേഗം 1,00,000 സാലറിയിലേക്ക് എത്തുന്നത്. ഇനി CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, അതിന്റെ ടാക്ടിക്സിലേക്ക് നമ്മളൊന്നും പോയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ CBIയിൽ SI ആയാൽ അതിലുള്ള പോസ്റ്റ് കണ്ടിട്ടുണ്ടോ? ഒറിജിനൽ നോട്ടിഫിക്കേഷൻ കാണണം. പേപ്പറിൽ കാണുന്ന 2 വരി പോരാന്നൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊന്നുകൂടെ ആവർത്തിക്കുന്നു. ആ പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്കുണ്ടാകുന്ന നേട്ടം, ഇന്ന് എനിക്ക് ഒരു പൈസയുടെ വിലയില്ല നാട്ടില്. വെറും കൈ മലർത്തി വെച്ചിരിക്കുന്ന ഒരു ഗതികെട്ട ജീവിതമാണ്. അത് പോരാ, എനിക്ക് എന്ത് മാറ്റം വരും? സ്കൂളിൽ മക്കളെ ചേർക്കുമ്പോൾ കോളത്തിൽ എന്ത് എഴുതാം? ആ മാറ്റമാണ് ബെനിഫിറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ LDC എക്സാം അറ്റൻഡ് ചെയ്യാൻ പോയി, ക്ലാസ്സിൽ കയറിയിരുന്നു, ബട്ട് ആധാർ എടുക്കാൻ മറന്നുപോയി. എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം പഠിക്കാനുള്ള എനർജി പോയി. ഇങ്ങനെ ഇത് വന്നു നന്നായി. എന്താണെന്ന് വെച്ചാൽ ഈ പഠിക്കുന്നത് പാഠപുസ്തകമാകുമ്പോൾ പഠിക്കുന്നതാണ് പഠനം എന്ന് തെറ്റിദ്ധാരണ പലർക്കുണ്ട്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇന്നലെ പരീക്ഷ കഴിഞ്ഞു, ഇനി കഴിഞ്ഞ് സമാധാനമായിട്ടിരിക്കുക. ഇംഗ്ലീഷ് മാത്സ് കഴിഞ്ഞ് ഇനി മാത്സ് ബുക്ക് അടച്ചു വെക്കുക. അത് അക്കാദമിക് പരീക്ഷകൾക്ക് മാത്രമാണ്. ലേണിംഗ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആർ എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു ദിവസത്തെ ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും മിസ്സായി. നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു, ഞാൻ ഉത്തരം പറഞ്ഞോന്ന് സംശയം. ഒരാള് മരിച്ച വാർത്ത വായിക്കുന്നു, അല്ലെങ്കിൽ 60ാം വാർഷികം, അല്ലെങ്കിൽ 75ാം വാർഷികം ഇന്ത്യയിൽ നടന്നപ്പോൾ ഒരു കൊല്ലം മുഴുവൻ ഇന്ത്യ ചരിത്രം എനിക്ക് വീണ്ടും സ്കൂൾ പഠിച്ചതും കോളേജ് പഠിച്ചതും ബൈഹാർട്ടായി. എനിക്കല്ല, അനേകം പേർക്ക്. കാരണം ഒരു വർഷം മുഴുവൻ റേഡിയോയിൽ ഇന്ത്യ ഒട്ടാകെ നടന്ന നമ്മുടെ പിന്നെ മുഖ്യമന്ത്രി വരെ ഉള്ള ആളുകൾ പങ്കെടുത്ത പല സമരങ്ങളുടെയും അടക്കമുള്ള ചരിത്രങ്ങൾ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയല്ല, അതുവരെ ഫീച്ചറായിട്ട് ഒരു വർഷം മുഴുവൻ 360 ദിവസം ഇന്ത്യയിൽ നടന്ന പല സമരങ്ങളും കലാപങ്ങളും സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട ഹിസ്റ്ററി കംപ്ലീറ്റ് പത്രത്തിൽ. നമ്മുടെ ISROയിൽ വിക്ഷേപണം നടന്നതിൻ്റെ 60ാം വാർഷികം വന്നപ്പോൾ പത്രം കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. ആ പത്രത്തിൽ ഫീച്ചർ പേജിലും ഫ്രണ്ട് പേജിലുമായിട്ട് അതിൻ്റെ ചരിത്രം കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ, TV വാർത്തയിലുണ്ടായിരുന്നു. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ എന്ന കൂട്ടത്തിൽ ഹിസ്റ്ററിയും വരുന്ന മെത്തേഡ് ഉണ്ട്. ഇങ്ങനെയൊക്കെ എനർജി പോകാൻ പാടില്ല. ഓക്കെ, PSCയിലെ പ്രസ്താവന എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഇപ്പോൾ വരുന്ന എല്ലാ മലയാള ചോദ്യപേപ്പറുകളുടെ മലയാളം മുഴുവൻ ഗൂഗിൾ ട്രാൻസ്ലേഷനാണ്, അത് മനസ്സിലാവുന്നത് പോലുമില്ല. അത് തീർച്ചയായിട്ടും പരാതിപ്പെടേണ്ടതാണ്. ഗൂഗിൾ ട്രാൻസ്ലേഷൻ വരാൻ പാടില്ല. നിങ്ങളൊക്കെ തന്നെ ഈ തൊഴിൽ വാർത്ത, തൊഴിൽ വീഥി പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ പരാതികൾ, പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരാതിപ്പെടുന്നൊരു ശീലം വരണം. ഗൂഗിൾ ട്രാൻസ്ലേഷൻ വരുന്നുണ്ടെങ്കിൽ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളെ, പിന്നെ നമ്മൾ മലയാളം വായിക്കുന്നത് എത്രമാത്രം ഉണ്ട് അത് വർദ്ധിപ്പിക്കുകയും കൂടി ചെയ്താൽ ഓക്കെ. അങ്ങനെ ചില വാക്കുകൾ, പുതിയ കാലത്തെ പുതിയ പ്രയോഗങ്ങൾ. അപ്പോൾ ഏതായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നും. അതിന് ഇത്രയും ആക്റ്റീവ് പാർട്ടിസിപ്പേഷന് വേണ്ടി ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ആ താല്പര്യത്തിൻ്റെ അടയാളമാണ്. നമുക്ക് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ അതിനടുത്ത ആഴ്ചയോ ഒക്കെ ഇതേ ലിങ്ക് ആയിരിക്കും കേട്ടോ. ഇതേ ലിങ്ക് ആയിരിക്കും. അവസാനമായിട്ട് ഷർബിന് ചോദിച്ചത്, ഞാൻ ഇതുവരെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പോയി എഴുതുമ്പോൾ ആദ്യമായിട്ട് എഴുതുകയാണെന്ന് തോന്നരുത്. അതിനെന്ത് വേണം? ഞാൻ തുടക്കത്തിൽ കാണിച്ച ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുന്നു, എന്നിട്ട് വീട്ടിലിരുന്ന് നിങ്ങൾ ചെയ്യുന്നു.
ഓക്കെ, ഞാൻ നേരത്തെ ഒരാൾ പറഞ്ഞിരുന്നതിൻ്റെ ഫസ്റ്റ് പേജിലുള്ള ആ നമ്പർ ഉൾപ്പെട്ട കാര്യം ഒന്ന് ഷെയർ ചെയ്യണമെന്ന്, അത് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യാം. അത് വെച്ചിട്ട് ആ സമയത്ത് മാഡം നിങ്ങൾക്ക് സാർ അപ്പം വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? അപ്പൊ വൈൻഡപ്പ് ചെയ്തോളൂ. ഞാനിത് എൻ്റെ ഇടയ്ക്ക് ഇത് ഷെയർ ചെയ്തോളാം. അപ്പം എല്ലാവർക്കും വളരെ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് ഈ ക്ലാസ് എടുത്ത് തന്ന നമ്മുടെ സിജിയുടെ കരിയർ പ്രിൻസിപ്പൽ കരിയർ കോർഡിനേറ്റർ ആണ് സക്രിയ സാർ. നമുക്ക് ഇന്ന് ഈ ഒരു ടോപ്പിക് നല്ല മികച്ച രീതിയിൽ ഒട്ടും ബോറടിപ്പിക്കാതെ സാർ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. പിന്നെ സാറിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത എല്ലാ സൺഡേസിലും ഇതേ മറ്റു ടോപ്പിക്കുമായി സിജി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഈ സെയിം ലിങ്ക് ആയിരിക്കും അടുത്ത വീക്കിലും എല്ലാ സൺഡേസിലും ഉണ്ടായിരിക്കുന്നത്. സാറിന്റെ ഓക്കെ, ഇതിന്റെ ബാക്കിയായിട്ടുള്ള രണ്ടാം ഭാഗം അത് ഏത് സമയത്തും നമുക്ക് 2-3 ഭാഗങ്ങളൊക്കെ നമുക്ക് തുടരാം. അടുത്ത ആഴ്ച അർജന്റ് ടോപ്പിക് ഒന്നും ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച, അല്ലെങ്കിൽ അതിന് അടുത്ത ആഴ്ചകളിൽ പല വിഷയം. ഇതിൽ ഏത് കയറുന്നതും വിദ്യാർത്ഥികൾക്ക് നല്ലതാണ്, നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ചോദ്യങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക് ആയിരിക്കും. ഇപ്പോൾ ഒരാൾ നേരത്തെ പൈലറ്റിന്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലേ, ഇന്ന് പൈലറ്റിനെ കുറിച്ചല്ലല്ലോ. അങ്ങനെയാണ് ഇവിടെ നമ്മുടെ ചോദ്യം ചോദിക്കുന്ന രീതി. ആസ്ക് ഫ്രം ഹോം, വീട്ടിലിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള പേരതാണ്. അപ്പോൾ ഏത് വിഷയം അന്ന് നടന്നോട്ടെ, ജെഇയെ കുറിച്ചായിക്കോട്ടെ, ഡിസൈനിങ്ങിനെ കുറിച്ചായിക്കോട്ടെ, നിങ്ങൾക്ക് കയറുകയും നിങ്ങൾക്ക് PS സംബന്ധമായ എന്തും, പിന്നെ പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് തുടക്കത്തിൽ പറയാതിരുന്നാണ്, PSCക്ക് 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ട്, ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ട്, അതുകൂടെ ചെയ്യുക. സോ ഇത്രയും നേരം വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ആളുകൾ പ്രതികരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സുഖമാണ്. ഒരുപാട് തിരക്കുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഞായറാഴ്ചകളിൽ. എനിക്കുണ്ട്, നമ്മുടെ കോർഡിനേറ്റർക്ക് നസ്ല മാഡത്തിനൊക്കെ ഉണ്ട്. എന്നാലും വി എൻജോയ്ഡ് യുവർ കമ്പനി. സോ താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഒരുപാട് പേര് പറയുന്നുണ്ട്. അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ കാര്യം ചെയ്തത് തനൂജ, അഫ്സർ ബാബു, ആദർശ്, AJA, അഷ്മിന, ഒരുപാട് പേര് സൂപ്പർ ക്ലാസ്. താങ്ക് യു സർ. ഷർബിന, സമദ്, 1 ടൈം രജിസ്ട്രേഷൻ. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു. ഓക്കെ, ഇത് തുടരണം സർ. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, എൻ്റെ കല്യാണം 15 വയസ്സിൽ കഴിഞ്ഞു. ജസീന, 10ാം ക്ലാസ് പാസ്സാകാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും പാസ്സാവാം. 36 വയസ്സ് കഴിഞ്ഞാൽ ഇനിയും 3 കൊല്ലം കൂടെ ജോലിയിലേക്കുണ്ട്. 10 പാസ്സാവാത്തതുകൊണ്ട് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പോസ്റ്റുകളുണ്ട്. കേരള ഗവൺമെന്റ് ഒരുപാട് പ്രായക്കാർക്ക് അപ്ലൈ ചെയ്യാന്നുള്ള ഒരു ഗുണം കേരളത്തിലുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് മാത്രമേ ഡേറ്റ് കഴിയൂ. പിന്നെ മതപരമായ ആനുകൂല്യങ്ങൾ അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ കൂടുതലുണ്ട്. ജാതി മതം കൊണ്ടുള്ള 3 വയസ്സ് 5 വയസ്സൊക്കെ ആനുകൂല്യങ്ങൾ. ഓക്കെ, സോ okay, so let us leave. Madam, okay.